ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പ്ലസ് ടുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററായ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലെ ചില പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്യുക. നമുക്കറിയാം ബോർഡ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇതിനകത്ത് DNA സ്ട്രക്ചർ, DNA പ്രധാനപ്പെട്ട പ്രോസസ്സുകളായിട്ടുള്ള റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ DNA ഉപയോഗിച്ചുള്ള നമ്മുടെ ആപ്ലിക്കേഷൻസ്, DNA ഫിംഗർ പ്രിന്റിങ്, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക, എ ഷോർട്ട് പീസ് ഓഫ് DNA ഹാവിംഗ് 20 base pairs was analyzed to find the number of nucleotide bases in each of the polynucleotide strands. Some of the results are shown in the table. How many nucleotides containing adenine were present in the strand? Okay, പിന്നെ അത് തന്നിരിക്കുന്ന മറ്റു കാര്യങ്ങളൊന്നുമല്ല, ഒരു DNA-യുടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യുടെ രണ്ട് സ്റ്റാൻഡുകളും, സ്റ്റാൻഡ് 1ഉം സ്റ്റാൻഡ് 2 എന്ന് പറഞ്ഞ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്തെ ബേസുകളുടെ എണ്ണം ചിലതിൻ്റെ മാത്രം കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അഡനിൻ്റെ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അഡനിൻ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിലെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, 20 ബേസ് പെയർസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 20 ബേസ് പെയർസ് അല്ലേ? നമുക്കറിയാം DNA എന്ന് പറയുന്നത് എന്താ? DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് അല്ലേ? അതിനകത്ത് 20 ബേസ് പെയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? എത്ര ബേസ് ഉണ്ടായിരിക്കും? ഒരു പെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 എണ്ണം അല്ലേ? അപ്പം 20 ബേസ് പെയർസ് എന്ന് പറഞ്ഞാൽ എത്ര ബേസ് ഉണ്ടായിരിക്കും? 40 ബേസസ് അല്ലേ? 40 ബേസസ് അല്ലേടാ കൂട്ടാവുണ്ടേ? ആണ് അല്ലേ? 40 ബേസസ് ഉണ്ട്. ഈ 40 ബേസുകളിൽ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഈ ടേബിളിൽ തന്നേക്കുന്നത് അഡനിൻ 4 ഉണ്ടെന്ന് പറയുന്നു, സൈറ്റോസിൻ 4 ഉണ്ടെന്ന് പറയുന്നു, സ്റ്റാൻഡ് 2-ലെ സൈറ്റോസിൻ 5 ഉണ്ടെന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. നമുക്കറിയാം മൊത്തം 40 ബേസസ് ഉണ്ട് അല്ലേ? അതായത് ഓരോ സ്റ്റാൻഡിലും എത്ര ബേസ് വെച്ചുണ്ടാവും? 20 ബേസ് വെച്ചുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് പറയാം സ്റ്റാൻഡ് 1-ൽ ഇവിടുത്തെ ടോട്ടൽ വരുന്ന ബേസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 20 ആയിരിക്കും അല്ലേ? ഇവിടെയും ടോട്ടൽ വരുന്നതിൻ്റെ എണ്ണം 20 ആയിരിക്കും. അതാദ്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനിയും ഇവിടെ സ്റ്റാൻഡ് 1-ൽ അഡനിൻ തന്നിട്ടുണ്ട് അല്ലേ? സ്റ്റാൻഡ് 1-ൽ അഡനിൻ തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡനിൻ ഓൾവേസ് പേഴ്സ് വിത്ത് എന്താണ്? തൈമിനാണ് അല്ലേ? അതായത് ഒരു സ്റ്റാൻഡ് എടുക്കും, ഒരു DNA എടുക്കുമ്പോൾ ആ DNA-യുടെ ഒരു സൈഡിൽ അഡനിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആരുണ്ടാവണം? തൈമിൻ ഉണ്ടാവണം അല്ലേ? ഒരു അഡനിൻ ആണെങ്കിൽ ഒരു തൈമിൻ, 4 അഡനിൻ ആണെങ്കിലോ 4 തൈമിൻ അല്ലേ? അപ്പം നോക്കിയ മക്കളെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റാൻഡ് നോക്കിക്കേ. ഒന്നാമത്തെ സ്റ്റാൻഡിൽ എത്ര അഡനിനാണ് പറഞ്ഞിരിക്കുന്നത്? 4 അഡനിൻ അല്ലേ? അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റാൻഡിൽ അല്ലേ, ആ 4 അഡനിൻ്റെയും ഓപ്പോസിറ്റ് സ്റ്റാൻഡിൽ ആരുണ്ടാവും? തൈമിൻ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, തൈമിൻ സ്റ്റാൻഡ് 2 ഇവിടെ എത്ര നമുക്ക് എഴുതാം? 4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ കിട്ടി. എന്നിട്ട് ശരിക്കും ഒരു പസിൽ പോലെ കാണാം അല്ലേ? ഒരെണ്ണം കൂടെ കിട്ടിയതാണ് സ്റ്റാൻഡ് 2-ലെ തൈമിൻ്റെ എണ്ണം 4 കിട്ടിയല്ലോ. ഇനി അടുത്ത് നമ്മൾ നോക്കാം. ഇനി നമ്മൾ നോക്കുമ്പം ഒന്നാമത്തെ സ്റ്റാൻഡിലെ സൈറ്റോസിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. സൈറ്റോസിൻ്റെ എണ്ണം എത്രയാണ്? 4 ആണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈറ്റോസിൻ ഓൾവേസ് പേഴ്സ് വിത്ത് എന്താണ്? ഗ്വാനിൻ അല്ലേ? അവർ തമ്മിലുള്ള ബോണ്ട് എന്തായിരിക്കും? ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും അല്ലേ? അഡനിനും തൈമിനും തമ്മിലുള്ള ബോണ്ട് എന്താ? ഡബിൾ ബോണ്ട് ആയിരിക്കും അല്ലേ? അപ്പം നോക്കിയ മക്കളെ, അപ്പോൾ ഇവിടെ നമ്മൾ സൈറ്റോസിൻ സ്റ്റാൻഡ് 1-ലെ സൈറ്റോസിൻ 4 എണ്ണം പറയാൻ നിൽക്കുന്നത് അല്ലേ? അങ്ങനെ ആകുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് സ്റ്റാൻഡ് ആരായിരിക്കും? ഗ്വാനിൻ അല്ലേ? ഗ്വാനിൻ എത്ര എണ്ണം കാണും? ഗ്വാനിനും 4 എണ്ണം കാണും. അപ്പോൾ ഇവിടെ അടുത്തത് കിട്ടിയല്ലോ. ഇനി നോക്കിക്കേ, അപ്പം നമ്മൾ നോക്കുക സ്റ്റാൻഡ് 2-ൽ സൈറ്റോസിൻ എത്ര ഉണ്ടെന്ന് കിട്ടി, ഗ്വാനിൻ എത്ര ഉണ്ടെന്ന് കിട്ടി, തൈമിൻ എത്ര ഉണ്ടെന്ന് കിട്ടി അല്ലേ? ഇനി എന്തും കൂടെ കിട്ടിയാൽ മതി? അഡനിൻ. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വാട്ട് വിൽ ബി ദ ഹൗ മെനി ന്യൂക്ലിയോടൈഡ്സ് കണ്ടെയ്നിങ് അഡനിൻ വെർ പ്രസന്റ് ഇൻ സ്റ്റാൻഡ് 2 അല്ലേ? അഡനിൻ ഉള്ള ന്യൂക്ലിയോടൈഡ്സ് എത്ര എണ്ണം ഉണ്ടാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. ടോട്ടൽ ഇതിനകത്ത് എത്ര എണ്ണം വരും? ഒരു സ്റ്റാൻഡിൽ എത്ര ബേസ് വരും എന്നാണ് നമ്മൾ പറഞ്ഞേ? 20 എണ്ണം വരും അല്ലേ? ഇപ്പൊ എത്ര എണ്ണം കണ്ടു? എന്താണ് 5 + 4 9 9 + 4 എത്രയാണ്? 13 അല്ലേ? 13 എണ്ണം ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പൊ അതിന്റെ ബാക്കിയല്ലേ അഡനിൻ വരത്തുള്ളൂ? മൊത്തമുള്ളത് 20 ആണ് അല്ലേ? അതേ -13 എത്ര കിട്ടുന്നു? 7. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ നോക്കുക, ഇവിടെ നമുക്ക് 7 എന്ന് പറയാം. ഓക്കെ, ഇവിടെ നോക്കുക, ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു റൂൾ എന്ന് പറയുന്നത് എന്താണ്? ബേസ് പെയർ റൂൾ ആണ് കേട്ടോ. ബേസ് പെയർ റൂൾ എന്താണ് മക്കളെ? ബേസ് പെയർ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ബേസ് പെയർ റൂൾ പ്രപ്പോസ് ചെയ്തത്? എർവിൻ ഷാർഗാഫ് ആണ് അല്ലെ? എർവിൻ ഷാർഗാഫ് പ്രപ്പോസ് എന്താണ്? ബേസ് പെയർ റൂൾ. ഓക്കെ, ഓർത്തിരിക്കുക. ഇവിടെ ബാക്കിയാണ് നമുക്ക് നോക്കാം. ഇവിടെ സ്റ്റാൻഡ് 1-ൽ 2 എണ്ണം നമുക്ക് കണ്ടുപിടിക്കണം. ചോദിച്ചിട്ടില്ല, എന്നാൽ 2 കൂടെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ഗ്വാനിൻ അല്ലെ? ഗ്വാനിൻ നിങ്ങൾ നോക്കിക്കേ, ഓപ്പോസിറ്റ് സ്റ്റാൻഡിൽ സൈറ്റോസിൻ എത്ര? 5 അല്ലേ? നോക്കിയേ, ഓപ്പോസിറ്റ് സ്റ്റാൻഡിൽ സൈറ്റോസിൻ എത്ര നോക്കിക്കേ? 5 അല്ലേ? ശ്രദ്ധിച്ച് നോക്കിയേ, 5 ആണ്. ഇത് 5 ആണ് അല്ലേ? അപ്പൊ ആ സൈറ്റോസിന് നേരെ ഓപ്പോസിറ്റ് ഗ്വാനിൻ ഇരിക്കും അല്ലെ?
അപ്പൊ സ്ട്രാൻഡ് 1-ൽ ഇവിടെ എത്ര ഗ്വാനിൻ വരണം? 5 ഗ്വാനിൻ വരണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി നോക്കാം സ്ട്രാൻഡ് 2-ൽ ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ള? സ്ട്രാൻഡ് 1-ലെ തൈമിൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് നോക്കണം? സ്ട്രാൻഡ് 2-ൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ അഡനിൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എത്രയായിരുന്നു? 7 ആണ് അല്ലേ? അപ്പൊ അത് 7 ആണെങ്കിൽ ഇവിടെയും 7. ക്ലിയർ ആയോ? അപ്പൊ ഇതുകൊണ്ട് എല്ലാം കൂടെ കൂട്ടി നോക്കിക്കേ, അതും എത്ര തന്നെ വരുന്നു? 20 വരും. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. ഓക്കെ, അപ്പൊ സംഗതി ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ന്യൂക്ലിയോസോം ഈസ് ഫോംഡ്? ഓക്കെ, ഡ്രോ ദ ഡയഗ്രാം ഓഫ് ന്യൂക്ലിയോസോം. DNA പാക്കേജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ന്യൂക്ലിയോസോം എന്താണ് മക്കളെ? ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം DNA എന്ന് പറയുന്നത് ഒരു പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ആണ് അല്ലേ? ഒരു പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ആണ് DNA. DNA ഇത് എങ്ങനെ ഇരിക്കുന്നു? ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, ഹെലിക്കൽ സ്ട്രക്ചർ ആണ് അല്ലേ? ഇതിനൊരു 2 സ്റ്റാൻഡുകളുണ്ട്. ഒരു സ്റ്റാൻഡ് 3' 5' മറ്റൊരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് 5' 3' അല്ലേ? ഈ DNA വിഡ്ത്ത് എന്ന് പറയുന്നത് എത്ര നാനോമീറ്റർ ആണ്? 2 നാനോമീറ്റർ ആണ് അല്ലേ? 2 നാനോമീറ്റർ ആണ് ഈ DNA വിഡ്ത്ത് എന്ന് പറയും. ഓക്കെ, ഇതിന്റെ ലെങ്ത് എത്ര? ഹ്യൂമൻ ബീങ്സിന്റെ DNA ആണെങ്കിൽ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 2.2 മീറ്റർ ലെങ്ത് വരും. അതായത് നമ്മുടെ എല്ലാ സെല്ലിലെയും അല്ലെങ്കിൽ നമ്മുടെ ഒരു സെല്ലിനകത്തെ എല്ലാ ക്രോമസോമുകളും അതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ക്രോമസോമുകൾ ഉണ്ടാക്കിയിരിക്കുന്ന DNA വലിച്ചു നൂർത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര ലെങ്ത് വരും എന്നാണ് പറയുന്നത്? 2.2 മീറ്റർ ലെങ്ത് വരും. അതെങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ പഠിക്കുന്നതാണ്. ടോട്ടൽ ബേസ്മെന്റ് ലെങ്ത് എത്രയാ? 6.6 × 10⁹ ബേസ് പെയർ അല്ലേ? ആണോ? ആണ്. അപ്പം ആ 6.6 × 10⁹ ബേസ് പെയർ എന്ന് പറയുന്ന ബേസ് പെയറിന്റെ എണ്ണത്തെ നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബേസ് പെയർ എത്രയാണ്? 0.34 നാനോമീറ്റർ അല്ലേ? അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? 2.2 മീറ്റർ എന്നുള്ള വാല്യൂ കിട്ടും. നമ്മൾ മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിയും. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയാണ് നമുക്ക് ആ ടോട്ടൽ നമ്മുടെ DNA ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും ലെങ്ത് ഉള്ള DNA അല്ലേ? ഇത്രയും വലിപ്പമുണ്ട്. 2.2 മീറ്റർ എന്ന് വെച്ചാൽ നല്ല ലെങ്ത് ഉണ്ട് അല്ലേ? ഈ സാധനം എങ്ങനെയാണ് നമ്മുടെ കയ്യിലോട്ട് നോക്കിയേ? നിങ്ങൾ കയ്യിലോട്ട് നോക്കിയേ, ഒരു സെല്ല് കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിയേ, സെല്ല് കാണാൻ പറ്റുന്നുണ്ടോ? കയ്യിലോട്ട് നോക്കിയേ, ഒരു സെല്ല് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? സെൽ എന്ന് പറയുന്നത് നമുക്കറിയാം മൈക്രോസ്കോപ്പിക് ആണ്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സെല്ലിന്റെ അതിലും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ന്യൂക്ലിയസ് അല്ലെ? ആ ന്യൂക്ലിയസിനകത്ത് എങ്ങനെയാണ് ഈ DNA ഇരിക്കുക? മനസ്സിലാവുണ്ടോ? ഇത്രയും വലിയ DNA 2.2 മീറ്റർ ലെങ്ത് ഉള്ള DNA നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ചെറിയ സെല്ലിനകത്ത്, അതിലും ചെറിയ ന്യൂക്ലിയസിനകത്ത് എങ്ങനെ പാക്കേജ് ചെയ്തിരിക്കുന്നു? ആ പാക്കേജിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ന്യൂക്ലിയോസം. നമുക്കറിയാം എന്താണ് ഈ പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണം പറയാനാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വലിയൊരു റിബൺ തരികയാണ്. വലിയൊരു റിബൺ തന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു 10-15 മീറ്റർ വലുപ്പമുള്ള ഒരു റിബൺ നിങ്ങൾക്ക് തരികയാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ചെറിയൊരു കാർട്ടൺ ബോക്സ് കൊണ്ട് തരികയാണ്. ചെറിയൊരു കാർട്ടൺ ബോക്സ് ഞാൻ നിങ്ങളുടെ കൊണ്ട് തന്നിട്ട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ റിബൺ കൃത്യമായിട്ട് ഇതിനകത്ത് ആക്കി വെക്കണമെന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മൾ നോക്കുമ്പോൾ റിബൺ മടക്കണം അല്ലേ? റിബൺ മടക്കെങ്കിൽ മാത്രമേ ഇതിനകത്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ മടക്കാനായിട്ടൊരു ടെക്നിക്ക് വെറുതെ മടക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ കുറച്ച് ബലൂൺ കൂടെ നിങ്ങളെ തരികയാണ്, അല്ലെങ്കിൽ ഒരു 5 ബോൾ തരും. ഓക്കെ, 5 ബോൾ തന്നിട്ടുണ്ടെങ്കിൽ 10 ബോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഓരോ ബോളിലും എന്ത് ചെയ്യണം? ഈ റിബൺ ഇങ്ങനെ ചുറ്റണം. ഓക്കെ, റിബൺ ഇങ്ങനെ ചുറ്റി അത് എന്താണ്? അതിങ്ങനെ ചുറ്റി കഴിയുമ്പോൾ റിബൺ ഒരു ബലൂൺ എടുക്കുക, അല്ലെങ്കിൽ ബോൾ എടുക്കുക. ആ ബോളിൽ ഈ റിബൺ ഒന്ന് ചുറ്റി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിന്റെ നീളം കുറഞ്ഞു തുടങ്ങും? റിബണിന്റെ നീളം കുറഞ്ഞു തുടങ്ങും. അങ്ങനെ 10 ബോളും ആദ്യത്തെ ബോൾ എടുക്കുന്നു, റിബൺ ചുറ്റുന്നു. സെക്കൻഡ് ബോൾ എടുക്കുന്നു, അതിൽ ആദ്യത്തെ ബോളിൽ ചുറ്റിയ റിബണിന്റെ ബാക്കി എടുത്ത് സെക്കൻഡ് ബോളിൽ ചുറ്റുന്നു. എന്നിട്ട് തേർഡ് ബോളിൽ ചുറ്റുന്നു, ഫോർത്ത് ബോളിൽ ചുറ്റുന്നു. അങ്ങനെ 10 ബോളിലും ഈ റിബൺ വെച്ച് നിങ്ങൾ ചുറ്റി കഴിയുമ്പോഴത്തേനും ഈ റിബണിന്റെ നീളം എന്ത് ചെയ്യും? കുറയും അല്ലെ? കണ്ടൻസ്ഡ് ആവും. മനസ്സിലാവുന്നുണ്ടോ? മുമ്പ് 10 മീറ്റർ ഉണ്ടായിരുന്നത് നീളം കുറയും അല്ലെ? നീളം എങ്ങനെ കുറയുന്നു? ഇതിൽ ചുറ്റി കഴിയുമ്പോൾ കുറച്ച് റിബൺ എന്തിനെ ചുറ്റാൻ വേണം? ഈ ബോളെ ചുറ്റാൻ വേണ്ടി വേണം അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് കുറയും? ലെങ്ത് കുറയും. ഇതേപോലെ നമ്മുടെ DNA എവിടെ? സെല്ലിനകത്തെ ന്യൂക്ലിയസിനകത്ത് കണ്ടൻസ്ഡ് ആയിട്ടിരിക്കാം. ഓക്കെ, അതിന് നമ്മളെ സഹായിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു, നമ്മൾ ബോൾ എടുത്തു അല്ലെ? ബോളിന് പകരം നമ്മൾ എടുക്കുന്ന ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ആണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കും. എന്താണ്? ഹിസ്റ്റോൺ ഒക്ടാമർ. ഓക്കെ, ഹിസ്റ്റോൺ ഒക്ടാമർ എന്താണ് മക്കളെ? ഹിസ്റ്റോൺ ഒക്ടാമർ അതൊരു പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. ഓക്കെ, പ്രോട്ടീൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 4 പ്രധാനപ്പെട്ട അമിനോ ആസിഡ്സുകൾ ചേർന്നിട്ടാണ് ആ പ്രോട്ടീൻ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് 2 പ്രധാനപ്പെട്ട അമിനോ ആസിഡ്? ഏതൊക്കെയാണ്? ലൈസിനും അർജിനൈനും. ലൈസിൻ ആൻഡ് അർജിനൈൻ. ഓക്കെ, 4 പ്രോട്ടീനുകളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയോ? H2A, H2B, then H3, H4. ഓക്കെ, ഇങ്ങനെ 4 പ്രധാനപ്പെട്ട പ്രോട്ടീൻസുകൾ ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുക? ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഉണ്ടാകും. ഓക്കെ, ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക, 1, 2, 3, 4. ഓക്കെ, അതിൽ ഒരെണ്ണം H2A, H2B,
H3H4. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓരോ 4 എണ്ണം വെച്ചേ ഉള്ളൂ അല്ലേ, 4 എണ്ണേ ഉള്ളൂ. ഇത് ഓരോന്നും 2 എണ്ണം വെച്ചുണ്ട്. H2A ഒരെണ്ണം കൂടിയുണ്ട്, H2B ഒരെണ്ണം കൂടിയുണ്ട്, H3 ഒരെണ്ണം കൂടിയുണ്ട്, H4 ഒരെണ്ണം കൂടിയുണ്ട്. മനസ്സിലായോ? അപ്പോൾ എത്ര എണ്ണം വരുന്നു ടോട്ടൽ 8 അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കുക. മനസ്സിലായോ മക്കളെ? അപ്പൊ നോക്കിയേ, ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞേ, ലൈസിനും അർജിനൈൻ. ലൈസിന്റെ അർജിന്റെ പ്രത്യേകത എന്താ, ദേ ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ്സ് അല്ലെ. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ബേസിക് അമിനോ ആസിഡ്സ് ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ലൈസിനും അർജിനൈനും. അപ്പൊ അവരെ കൊണ്ടുണ്ടാക്കുന്ന പ്രോട്ടീൻസുകളാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. അപ്പോൾ ഹിസ്റ്റോൺ പ്രോട്ടീൻസിനും എന്ത് ചാർജ് ആയിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് മോളിക്യൂൾസ് ഫോംസ് അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് കൊണ്ടുണ്ടാക്കുന്ന ഈ H1, H2B, H3 അങ്ങനത്തെ പ്രോട്ടീനുകളെല്ലാം തന്നെ എന്ത് ചാർജ് ആയിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, ഈ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെയാണ് ഞാൻ പറഞ്ഞ കഥയിലെ ബോൾ എന്ന് പറയും. ഓക്കെ, ഇതിന് ചുറ്റും നമ്മൾ എന്ത് റാപ്പ് ചെയ്യും, DNA റാപ്പ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ സിംഗിൾ ആയിട്ട് NCERT-ക്കകത്ത് വരച്ചിരിക്കുന്ന പോലെ സിംഗിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ട് വരയ്ക്കാം. ഇങ്ങനെ ഓക്കെ, 8 എണ്ണം ഒന്നും കാണിച്ചിട്ടില്ല, അതിനെല്ലാം കൂടെ ഞാൻ ഒറ്റ കോംപ്ലക്സ് ആയിട്ട് വരയ്ക്കാം, ഒറ്റ യൂണിറ്റ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ഇത് നമുക്കൊരു ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കാം. ഹിസ്റ്റോൺ ഒക്ടാമർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ എന്താണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്നത്? ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്നത് 8 പലതരം പ്രോട്ടീനുകൾ ചേർത്തിട്ടുണ്ടായിരിക്കുന്നതാണ്. 8 എണ്ണമാണ്, പക്ഷേ 4 ടൈപ്പേ ഉള്ളൂ കേട്ടോ. 4 ടൈപ്പ്. ഏതൊക്കെയാണ് 4 ടൈപ്പ്? H2A, H2B, H3, H4. ഓക്കെ, ഈ 4 എണ്ണം ഓരോന്നും എത്ര എണ്ണം വെച്ചുകൊണ്ട്, 2 എണ്ണം വെച്ചുകൊണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം വരും, 8 എണ്ണം വരും. ഓക്കെ, അപ്പം ഇതിനകത്തേക്കാണ് നമ്മുടെ DNA റാപ്പ് ചെയ്യുക. DNAക്ക് എന്ത് ചാർജാണ് മക്കളെ എന്ന് പറഞ്ഞാൽ, DNAക്ക് എന്ത് ചാർജാ, DNAക്ക് നെഗറ്റീവ് ചാർജാണ് അല്ലേ. അപ്പം നെഗറ്റീവ് ചാർജുള്ള DNA എന്തിനു ചുറ്റും റാപ്പ് ചെയ്യും, പോസിറ്റീവ് ചാർജുള്ള ഹിസ്റ്റോൺ മോളിക്യൂൾസിന് ചുറ്റും റാപ്പ് ചെയ്യും. മനസ്സിലായോ? നമുക്കറിയാം ഓപ്പോസിറ്റ് ചാർജസ് ആണ് എപ്പോഴും നമ്മൾ ഒരു അട്രാക്ഷൻ വരും അല്ലേ. അപ്പോൾ ഈ DNA-ക്ക് എന്ത് ചാർജാ, നെഗറ്റീവ് ചാർജ് അല്ലേ. ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ത് ചാർജാ, പോസിറ്റീവ് ചാർജ് അല്ലേ. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ള DNA ഹിസ്റ്റോൺ പ്രോട്ടീൻസിന് ചുറ്റും എന്ത് ചെയ്യുന്നു, ഇത് ഇങ്ങനെ വന്ന് റാപ്പ് ചെയ്യുന്നു. ഇത് ഇങ്ങനെ ചുറ്റും. ഓക്കെ, ഇങ്ങനെ ചുറ്റി അടുത്ത ഹിസ്റ്റോൺ ഒക്ടാമറിലേക്ക് പോകും. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി അടുത്ത ഹിസ്റ്റോൺ ഒക്ടാമറിലേക്ക് പോകും. ഓക്കെ, അതിങ്ങനെ ചുറ്റി പോകുമ്പോൾ DNA-യുടെ എന്ത് കുറയും, ലെങ്ത് കുറയും. കാരണം എന്താ, കുറച്ച് DNA എന്ത് ചെയ്യാൻ വേണം, ഇത് റാപ്പ് ചെയ്യാൻ വേണം. മനസ്സിലാകുന്നുണ്ടോ, ക്ലിയർ ആകുന്നുണ്ടോ? ഇനി അവിടെ നോക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ എൻ്റെ തല നോക്കുക. എൻ്റെ തല ഒരു ഹിസ്റ്റോൺ ഒക്ടാമറാന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഹിസ്റ്റോൺ ഒക്ടാമറിലേക്ക് ഞാൻ റിബൺ ചുറ്റാം. റിബൺ എന്താ, നമ്മുടെ ഇവിടെ എന്താ റിബൺ എന്ന് പറയുന്നത്, റിബൺ എന്ന് പറയുന്നത് നമ്മുടെ DNA ആണ് അല്ലേ. അപ്പോൾ ഞാൻ റിബൺ എടുക്കാം. ആ റിബൺ എടുത്ത് ഞാൻ ഇവിടെ തലയിൽ നിന്ന് ഇങ്ങനെ ചുറ്റി ഇവിടെ വരെ വരികയാണ്. ഇവിടെ വരെ വരുമ്പോൾ എനിക്ക് പറയാം ആ റിബൺ എത്ര ടേൺ ആയി, 1 ടേൺ ആയി അല്ലേ. ഇവിടെ വരുമ്പോഴോ 1.25 ടൺ, ഇവിടെ വരുമ്പോഴോ 1.5 ടൺ, ഇവിടെ വരുമ്പോഴോ 1.25 ടൺ. മനസ്സിലാകുന്നുണ്ടോ? 1.25 ടൺ. അതായത് ഈ റിബൺ ഞാൻ 1.25 ചുറ്റി എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്ത് വെക്കുന്നു, ഇവിടെ ഒട്ടിച്ച് വെക്കുന്നു. മനസ്സിലായോ? ഇവിടെ ഒട്ടിച്ച് വെക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ സ്റ്റാപ്പിൾ ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ അടുത്ത തലയിലേക്ക് റിബൺ കൊണ്ടുപോകും. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും എന്ത് റാപ്പ് ചെയ്യുക, DNA റാപ്പ് ചെയ്യുക അല്ലേ. അപ്പൊ DNA എത്ര ചുറ്റുന്നേ, 1 ടേൺ അല്ല. DNA ഇവിടെ വരെ വരുമ്പോൾ 1 ടേൺ ആയി. ഓക്കെ, ഇവിടെ വരെ വരുമ്പോൾ 1.25, ഇവിടെ വരെ വരുമ്പോൾ 1.5, ഇവിടെ വരെ വരുമ്പോൾ 1.25. മനസ്സിലായോ? 1 and 3/4 ടേൺസ് ആണ് ഈ DNA ചുറ്റും. 1 and 3/4 ടേൺസ്. മനസ്സിലായോ? അപ്പം നോക്കിയേ, ഇതിനകത്ത് ശ്രദ്ധിക്കുക, ഇങ്ങനെ ഹിസ്റ്റോൺ പ്രോട്ടീൻസിന് ചുറ്റും DNA റാപ്പ് ചെയ്ത് കഴിയുമ്പോൾ, ഓക്കെ, DNA റാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ റാപ്പ് ചെയ്ത് വരുന്ന DNA ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ച് വെക്കണമെന്ന് പറഞ്ഞല്ലോ, ഒട്ടിച്ച് വെക്കണം അല്ലേ. ആ പ്രോട്ടീൻസ് നമ്മൾ വിളിക്കുന്നവരാണ് പ്ലഗിങ് പ്രോട്ടീൻസ് എന്ന് വിളിക്കും. പ്ലഗിങ് പ്രോട്ടീൻസ്. ഓക്കെ, NCERT-ക്കകത്ത് അതിന്റെ ഫിഗറും എന്താണ് അവർ നെയിം ചെയ്തിട്ടുണ്ട്. പ്ലഗിങ് പ്രോട്ടീൻസ് ഏതാണ്, H1 ഹിസ്റ്റോൺ. H1 ഹിസ്റ്റോൺ ഇസ് ദ പ്ലഗിങ് പ്രോട്ടീൻസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് പറഞ്ഞു, അതിന് ചുറ്റും റാപ്പ് ചെയ്യുന്ന DNA പറഞ്ഞു. ആ റാപ്പ് ചെയ്ത DNA 1.25 ടേൺ ആകുമ്പോൾ ഒട്ടിച്ച് വെക്കുന്ന ക്ലിപ്പ്, പ്ലഗിങ് പ്രോട്ടീൻസ് ആണ് ആരെന്ന് പറയുന്നത്, H1 ഹിസ്റ്റോൺ അല്ലെ. ഇതിനെ 3 പേരെ കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം അല്ലെ. അപ്പൊ ഒരു ന്യൂക്ലിയോസോം വരയ്ക്കാൻ പറഞ്ഞ മക്കളെ നിങ്ങൾ എന്തെല്ലാം വരയ്ക്കണം, ആദ്യം നിങ്ങൾ ഇതിനകത്ത് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ വരയ്ക്കണം. ഓക്കെ, ആ ഹിസ്റ്റോൺ ഒക്ടാമറിനെ ചുറ്റുന്ന എന്തിനെ വരയ്ക്കണം, DNA-നെ വരയ്ക്കണം. ദേ ഇങ്ങനെ DNA ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും റാപ്പ് ചെയ്യുന്നു. ദേ ഇങ്ങനെ റാപ്പ് ചെയ്തായിട്ട് കാണിക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, അതിങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന ഒരു പ്രോട്ടീനെ കൂടെ നിങ്ങൾ കാണിക്കണം അല്ലെ. എന്താണ് ആ പ്രോട്ടീൻ്റെ പേര്, H1 ഹിസ്റ്റോൺ. മനസ്സിലായോ? H1 ഹിസ്റ്റോൺ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം നോക്കിയാൽ മക്കളെ, അപ്പൊ ഇതൊന്ന് മാർക്ക് ചെയ്തേക്കണം. ദിസ് ഈസ് എന്താണ്, ഹിസ്റ്റോൺ ഒക്ടാമർ. നടുക്ക് കാണുന്ന ആ സർക്കുലർ പാർട്ട് അതെന്ന് പറയുന്നത് ഹിസ്റ്റോൺ ഒക്ടാമർ ആണ്. ഹിസ്റ്റോൺ ഒക്ടാമർ അല്ലേ.
അതേപോലെ തന്നെ ഈ മഞ്ഞ കളർ നമ്മൾ യെല്ലോ കളർ വരച്ചിരിക്കുന്നത് എന്താണ്? ദിസ് ഈസ് ദ DNA. ഓക്കെ ഓക്കെ. ഇനിയും അതിന്റെ കൂട്ടത്തിൽ ഇത് പ്ലഗിങ് പ്രോട്ടീൻസിന്റെ പേരെന്താണ്? H1 ഹിസ്റ്റോൺ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ ആണോ? ഇനിയും ഇത് വേണമെങ്കിൽ അടുത്തൊരു കാര്യം കൂടി ഉണ്ട്. അടുത്തൊരു ചോദ്യമാണ്. അതിന്റെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് മാർക്ക് കൂട്ടാൻ വേണ്ടി എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹിസ്റ്റോൺ ഒക്ടാമർ ഏതൊക്കെയാണ് നമുക്ക് എഴുതാം. ഏതൊക്കെയാണ്? H2A, H2B, H3, H4 എന്ന് ബ്രാക്കറ്റിൽ എഴുതാം. ഓക്കെ, മാർക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് വരച്ച് അത് എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തണം അല്ലെ. അടുത്തത് ഈ DNA ലെങ്ത് നമുക്കറിയാം. NCERT പറയുന്നത് നമുക്കറിയാം. എത്രയാണ് DNA ലെങ്ത് എന്ന് പറയുന്നത്? ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാൻ, അതായത് ഹിസ്റ്റോൺ ഒക്ടോമറിന് ചുറ്റും ഒന്ന് ചുറ്റിയെടുക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള DNA ലെങ്ത് എന്ന് പറയുന്നത് 200 ബേസ് പെയർ ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ന്യൂക്ലിയോസോമിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഈ ന്യൂക്ലിയോസോമുകൾ നമ്മൾ പറഞ്ഞു ഇതിൽ ഒരെണ്ണമാണ്, ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ന്യൂക്ലിയോസോം എന്ന് വിളിക്കാം. ഈ ന്യൂക്ലിയോസോം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് എന്ത് സ്ട്രക്ചറാണ് കിട്ടുന്നത് അറിയാമോ? ബീഡ്സ് ഓൺ സ്ട്രിംഗ് സ്ട്രക്ചർ കിട്ടും. ബീഡ്സ് ഓൺ സ്ട്രിംഗ് സ്ട്രക്ചർ കേട്ടോ, ഓർത്തിരിക്കുക. മുത്തുമാല പോലത്തെ സ്ട്രക്ചർ. നിങ്ങൾ നോക്കിക്കേ, ഇതൊരു ന്യൂക്ലിയോസോം ആണല്ലോ അല്ലേ? ന്യൂക്ലിയോസോം 1, ഇത് ന്യൂക്ലിയോസോം 2, ഇത് ന്യൂക്ലിയോസോം 3 അല്ലേ? അപ്പൊ അതിങ്ങനെ നോക്കിയേ, മുത്തുമാല പോലെ ഇങ്ങനെ കിടക്കുമല്ലേ. അപ്പോൾ DNA അതിന്റെ ആദ്യത്തെ കണ്ടൻസേഷന് വേണ്ടിയിട്ട് ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും റാപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന മുത്തുമാല പോലത്തെ സ്ട്രക്ചർ അല്ലേ? അതിനെ നമ്മൾ ബീഡ്സ് ഓൺ സ്ട്രിംഗ് സ്ട്രക്ചർ എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, ഇതാണ് ന്യൂക്ലിയോസോമിന്റെ ഡയഗ്രാം. അപ്പൊ ഇത്രയും ഭാഗം മാത്രം നിങ്ങൾ വരച്ച് കൃത്യമായിട്ട് എക്സാമിന് എഴുതി വെക്കുക. ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്: ഹൗ ഡിഡ് ഹെർഷി ആൻഡ് ചേസ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ DNA ആൻഡ് പ്രോട്ടീൻ ഇൻ ദെയർ എക്സ്പെരിമെന്റ് വൈൽ പ്രൂവിംഗ് ദാറ്റ് DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ? ഓക്കെ, നമുക്കറിയാം ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ DNA ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്ത 3 എക്സ്പെരിമെന്റ് കാണുന്നുണ്ട് അല്ലെ. ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താ? മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസിന് കാരണമാകുന്ന മോളിക്യൂൾ ഏത് എന്നതിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം DNA ആണ് മിക്ക ഓർഗാനിസംസിലും, എല്ലാ ഓർഗാനിസം എന്ന് പറയുന്നില്ല, ഏറ്റവും കൂടുതൽ ഓർഗാനിസംസിൽ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ഏതാണ്? DNA ആണ്. RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ളതുണ്ട്, വൈറസുകളിലൊക്കെ RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ളതുണ്ട്. ഓക്കെ, റെട്രോ വൈറസുകളാണ്. അപ്പോൾ ഈ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറെ എക്സ്പെരിമെന്റുകൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 എക്സ്പെരിമെന്റുകളാണ് NCERT നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത് അല്ലെ. അതിൽ ഒന്നാമത്തെ എക്സ്പെരിമെന്റ് ആണ് ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ്, ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ആണ് ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അവറി, മക്ലിയോഡ്, മക്കാർട്ടി, ഈ 3 സയന്റിസ്റ്റുകളുടെ എക്സ്പെരിമെന്റ് എന്ന് പറയും. മൂന്നാമത്തെ ഫൈനൽ എക്സ്പെരിമെന്റ് ആണ് എന്ന് പറയുന്നത് ഹെർഷി ചേസ് എക്സ്പെരിമെന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ: ഹൗ ഡിഡ് ഹെർഷി ആൻഡ് ചേസ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ DNA ആൻഡ് പ്രോട്ടീൻ ഇൻ ദ എക്സ്പെരിമെന്റ്? ഓക്കെ, DNAനെയും പ്രോട്ടീനെയും എങ്ങനെയാണ് അവർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവർ മനസ്സിലാക്കിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈൽ പ്രൂവിംഗ് ദാറ്റ് DNA ഈസ് എ ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, ആ എക്സ്പെരിമെന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ എക്സ്പെരിമെന്റിൽ എന്തുപയോഗിച്ചാണ് ഇവർ DNAനെയും പ്രോട്ടീനെയും തിരിച്ചറിഞ്ഞത് എന്നുള്ളതാണ്. ശരിക്കും DNA-നെയും പ്രോട്ടീനെയും തിരിച്ചറിയാൻ എന്തുപയോഗിച്ചാണ് ഇവരൊരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള 2 മോളിക്യൂൾസ് ഉപയോഗിച്ചിട്ടാണ് അവർ ലേബൽ ചെയ്യുക. ഏതൊക്കെയാണ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾ? ഒന്ന് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഫോസ്ഫറസ് ഉണ്ട് അല്ലെ. റേഡിയോ ആക്റ്റീവ് ഉള്ള ഫോസ്ഫറസ് P32 അല്ലെ. അതുപോലെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സൾഫർ ഉണ്ട് S35. ഓക്കെ, നോക്കിയ മക്കളെ, ഇത് രണ്ടും ഉപയോഗിച്ചാണ് ഇവർ ലേബൽ ചെയ്യുക അല്ലെ. അപ്പോൾ ഫോസ്ഫറസ് സ്വാഭാവികമായിട്ടും എവിടെയായിരിക്കും ഇന്റഗ്രേറ്റ് ചെയ്യുക? ഫോസ്ഫറസ് എവിടെയായിരിക്കും? DNA-യിലാണോ പ്രോട്ടീനിലാണോ നമുക്ക് ഫോസ്ഫറസ് കാണാനായിട്ട് പറ്റുക? DNA-യിലാണ് ഫോസ്ഫറസ് കാണാനായിട്ട് പറ്റുക അല്ലെ. DNA-യുടെ എവിടെയാണ്? DNA കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ് അല്ലെ. DNA-ക്ക് പ്രധാനമായിട്ട് 3 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? നൈട്രോജനസ് ബേസ് അല്ലെ, ദെൻ പെൻഡോ ഷുഗർ, ദെൻ ഫോസ്ഫേറ്റ് അല്ലെ. അപ്പൊ ഈ ഫോസ്ഫേറ്റിലേക്ക്, അപ്പൊ അവിടെ ഫോസ്ഫേറ്റ് ആയിട്ട് നമ്മൾ എന്തിനു ആഡ് ചെയ്യുന്നു? ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്നു അല്ലെ. അപ്പൊ നോക്കിയ മക്കളെ, അടുത്തത് സൾഫർ എവിടെയാണ് ഉപയോഗിക്കുക? സൾഫർ കാണുന്നത് എവിടെയാണ്? DNA-യിലാണ് അല്ലെ. ആണോ? അല്ല, സൾഫർ കാണുന്നത് എവിടെയാണ്? പ്രോട്ടീനിലാണ് അല്ലെ. പ്രോട്ടീൻ നമുക്കറിയാം 2 പ്രധാനപ്പെട്ട അമിനോ ആസിഡ്സ് ഉണ്ട് പ്രോട്ടീൻ. ഏതൊക്കെയാണ്? സിസ്റ്റീനും മെഥിയോണിനും. സിസ്റ്റീൻ ആൻഡ് മെഥിയോണിൻ അല്ലെ. ഈ സിസ്റ്റീനും മെഥിയോണും എന്ത് അമിനോ ആസിഡ്സാ? സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് അല്ലെ. അപ്പം അതിൽ നിങ്ങൾ നോക്കാം, സൾഫർ ഒഴിവാക്കിയിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എപ്പോഴും ഫസ്റ്റ് അമിനോ ആസിഡ്സ് ഏതായിരിക്കും? മെഥിയോണിൻ ആയിരിക്കും. സ്റ്റാർട്ട് കോഡോൺ ഏതാണെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്? AUG ആണ് സ്റ്റാർട്ട് കോഡോൺ അല്ലെ. സ്റ്റാർട്ട് കോഡോൺ എപ്പോഴും ഒരു എംബാനയുടെ ഫസ്റ്റ് സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയുന്നത്, ഇനിഷ്യേറ്റർ കോഡോൺ അല്ലെങ്കിൽ സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയുന്ന ആരാണ്? AUG ആണ്.
AUG കോഡ്സ് ഫോർ മെഥിയോണിൻ. അപ്പോൾ മെഥിയോണിൻ വരാതെ എന്തുണ്ടാകാൻ പറ്റത്തില്ല, ഒരു പ്രോട്ടീൻ സിന്തസിസ് തുടങ്ങാനായിട്ട് പറ്റത്തില്ല അല്ലെ. ഈ മെഥിയോണിൻ എന്തുണ്ട്, സൾഫർ ഉണ്ട്. അപ്പോൾ സൾഫർ എവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, സാധ്യത ഉറപ്പാണ്. സൾഫർ എവിടെ ഇന്റഗ്രേറ്റ് ചെയ്യും, ഒരു പ്രോട്ടീനകത്ത് ആരുടെ കൂടെ, സിസ്റ്റീനോ മെഥിയോണിനോ പോലെയുള്ള അമിനോ ആസിഡിന്റെ കൂടെ കയറി ഇന്റഗ്രേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് സൾഫർ റേഡിയോ ആക്റ്റീവ് സൾഫർ ബേസ് നമുക്ക് ആരെ മാർക്ക് ചെയ്യാം, റേഡിയോ ആക്റ്റീവ് സൾഫർ ബേസ് നമുക്ക് പ്രോട്ടീൻസിനെ മാർക്ക് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉപയോഗിച്ച് നമുക്ക് ആരെ മാർക്ക് ചെയ്യാം, DNA മാർക്ക് ചെയ്യാം. മനസ്സിലായോ? അവിടെയാണ് അതാണ് ചോദിച്ചിരിക്കുന്നത്. ഹെർഷേ ചേസ് എക്സ്പെരിമെന്റിൽ എന്തൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ DNA-നെയും പ്രോട്ടീനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തത്, മാർക്ക് ചെയ്തത് എന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുക. ഓക്കെ, വിശദമായിട്ട് എക്സ്പെരിമെന്റ് എല്ലാം കൂടി എഴുതി വെക്കേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കാം കേട്ടോ. ആൻസർ ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ഫ്രെഡറിക് ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് ഓൺ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഡിസ്കസ് ദ കൺക്ലൂഷൻ ഹി അറൈവ്ഡ് അറ്റ്. ഓക്കെ, അതായത് നമ്മൾ DNA ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന എക്സ്പെരിമെന്റുകളിൽ 3 എക്സ്പെരിമെന്റ് ഉണ്ട്. അതിലെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആണ് എന്ന് പറയുന്നത് ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ്, ഫ്രെഡറിക് ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ്. ഓക്കെ, ഏത് വർഷമാണ് മക്കളെ ഈ എക്സ്പെരിമെന്റ് നടക്കുക? 1958 ആണോ? അല്ല, 1928. ഓക്കെ, 1928 ഈ എക്സ്പെരിമെന്റ് നടക്കുക. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെന്റിനകത്ത് എന്താണ് ഉപയോഗിക്കുന്നത്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ് ഉപയോഗിക്കുക. ഓക്കെ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ് അദ്ദേഹത്തിന്റെ എന്താന്ന് പറയുന്നത്, ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എന്ന് പറയും അല്ലെ, ഒരു ഓർഗാനിസം. അതാണ് അതിന്റെ കൂട്ടത്തിൽ പുള്ളി ആരെ ഉപയോഗിക്കുന്നുണ്ട്? മൈസിനെ ഉപയോഗിക്കുന്നുണ്ട്. മൈസ് എലി. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്യുന്നത്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ 2 സ്ട്രെയിൻ ആണ് പുള്ളിക്കാരൻ എടുക്കുന്നത്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ആർ സ്ട്രെയിൻ. ഓക്കെ, ആർ സ്ട്രെയിൻ. ഓക്കെ, രണ്ടാമത്തേത് എസ് സ്ട്രെയിൻ. ആർ സ്ട്രെയിനും എസ് സ്ട്രെയിനും. എന്താണ് മക്കളെ ആർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ? ആർ സ്റ്റാൻഡ്സ് ഫോർ റഫ്. ഓക്കെ, റഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ പുറത്ത് എന്തിന്റെ കവറിംഗ് ഇല്ല? പ്രോട്ടീൻ കോട്ട്, ലിപ്പോപോളിസാക്കറൈഡിന്റെ ഒരു കവറിംഗ് ഉണ്ട്. ആ കവറിംഗ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അതെന്തായിട്ടിരിക്കും? റഫായിട്ടിരിക്കും അല്ലെ. നമ്മുടെ നാട്ടിലെ ടാറിടാത്ത റോഡുകളൊക്കെ കുണ്ടും കുഴിയും നടക്കും അല്ലെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ആർ സ്ട്രെയിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബോഡി സർഫസിൽ എന്തില്ല? അതിന് ഒരു ഔട്ടർ കോട്ടിങ് ഇല്ല. മനസ്സിലായ? സെൽ സർഫസിൽ ഒരു ഔട്ടർ കോട്ടിങ് ഇല്ല. അതേസമയം എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഈ ആർ സ്ട്രെയിന്റെ പോലെ തന്നെയാണ്, പക്ഷേ അതിന്റെ ഔട്ടറിൽ എന്തുണ്ട്? വി ക്യാൻ സീ എ സ്മൂത്ത് പ്രോട്ടീൻ കോട്ടിങ്. നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള പ്രോട്ടീൻ കോട്ടിങ് കാണാം. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി പ്രശ്നം അതല്ല, ഈ ആർ സ്ട്രെയിൻ ആണോ എസ് സ്ട്രെയിൻ ആണോ ഡിസീസ് കോസിങ് അല്ലെങ്കിൽ വിരുലന്റ് ആയിട്ടുള്ള ആരാന്നറിയാമോ? വിരുലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ആരാ? എസ് സ്ട്രെയിൻ. മനസ്സിലായോ? കാരണം എസ് സ്ട്രെയിൻ്റെ ഈ ലിപ്പോപോളിസാക്കറൈഡ് ആണ് നമ്മുടെ ബോഡിയിൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഡിസീസ് കോസിങ് ഏജന്റ് ആയിട്ട് അല്ലെങ്കിൽ ആന്റിജൻ ആയിട്ട് ആക്ട് ചെയ്യുക, ആന്റിബോഡീസ് ആയിട്ട് ആന്റിജൻ ആയിട്ട് ആക്ട് ചെയ്യുക. ക്ലിയർ ആണ്? ഡിസീസ് കോസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന ലിപ്പോപോളിസാക്കറൈഡിന്റെ കോട്ടാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പോൾ ഈ ആർ സ്ട്രെയിൻ നമ്മൾ ഇൻഫെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകത്തില്ല? ന്യൂമോണിയ ഉണ്ടാകത്തില്ല. പക്ഷേ എസ് സ്ട്രെയിൻ ഇൻഫെക്ട് ചെയ്താൽ എന്തുണ്ടാവും? ന്യൂമോണിയ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഗ്രിഫിത്ത് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം. ആ എക്സ്പെരിമെന്റ് ഇതാണ്. ഗ്രിഫിത്ത് ആദ്യം എന്തെടുക്കുന്നു? ആർ സ്ട്രെയിൻ എന്ന് പറയുന്ന ബാക്ടീരിയ എടുക്കുന്നു. ഓക്കെ, ആർ സ്ട്രെയിൻ ബാക്ടീരിയ എടുക്കുന്നു. എന്നിട്ട് അത് എവിടേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ്? ആർ സ്ട്രെയിൻ ബാക്ടീരിയ എടുത്തിട്ട് മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. ഓക്കെ മക്കളെ, ആർ സ്ട്രെയിൻ ബാക്ടീരിയ ലൈവ് ആയിട്ടുള്ള ആർ സ്ട്രെയിൻ ആണ്. ശ്രദ്ധിച്ചേ, ലൈവ് ആയിട്ടുള്ള ജീവനുള്ള ആർ സ്ട്രെയിൻ അല്ലെ. ജീവനുള്ള ആർ സ്ട്രെയിനെ എടുത്തിട്ട് എവിടേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ്? മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ് അല്ലെ. മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നതിന് മുമ്പ് മൈസിനോട് എന്ത് പറഞ്ഞു കാണും നമ്മുടെ ഗ്രിഫിത്ത്? നീ പേടിക്കൊന്നും വേണ്ട, ഇത് ആർ സ്ട്രെയിൻ ആണ്, കുഴപ്പമൊന്നുമില്ല, ചാവാൻ സാധ്യതയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു? നമ്മുടെ ലൈവ് ആയിട്ടുള്ള ആർ സ്ട്രെയിൻ എവിടേക്ക് ഇഞ്ചെക്ട് ചെയ്തു? മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. മൈസ് സർവൈവ്ഡ് അല്ലെ. മൈസ് എന്ത് ചെയ്തു? സർവൈവ് ചെയ്തു. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് ആണ്. കാരണം ആർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡിസീസ് കോസിങ് അല്ല, വിരുലന്റ് അല്ല. മനസ്സിലായോ? രണ്ടാമത് പുള്ളി ശ്രദ്ധിച്ചേ, രണ്ടാമത്തെ എക്സ്പെരിമെന്റിൽ ഹി ടേക്ക് എന്താണ്? ലൈവ് ആയിട്ടുള്ള എസ് സ്ട്രെയിൻ, ലൈവ് എസ് സ്ട്രെയിൻ, കൊടുഞ്ചതി അല്ലെ. അതായത് നമ്മൾ മൈസിനെ കൊല്ലാൻ പോവാണ് അല്ലെ. എന്ത് ചെയ്യുന്നു? ഇത് മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. ഓക്കെ, ലൈവ് ആയിട്ടുള്ള എസ് സ്ട്രെയിൻ എടുത്ത് മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? ഗ്രിഫിത്ത് പറഞ്ഞു, നിന്റെ കാര്യം തന്നെ തീരുമാനമാകാൻ പോവാണ്, നീ എന്നോട് ക്ഷമിക്കണം, ഇതെന്റെ എക്സ്പെരിമെന്റിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. മൈസിന് എന്ത് വരുന്നു? ന്യൂമോണിയ വരുന്നു. മൈസ് തട്ടിപ്പോന്നു. ഓക്കെ, മൈസ് ഡൈഡ്. കഷ്ടമായി. ഓക്കെ, അടുത്ത് നോക്കിയ മക്കളെ, അടുത്ത എക്സ്പെരിമെന്റിൽ നോക്കിക്കേ, ഇതേപോലെ തന്നെ ഗ്രിഫിത്ത് ഈ 2 എക്സ്പെരിമെന്റ് നിങ്ങൾ നോക്കാം. ലൈവ് ആയിട്ടുള്ള എസ് സ്ട്രെയിൻ എടുത്തു, ലൈവ് ആയിട്ടുള്ള ആർ സ്ട്രെയിൻ എടുത്തു. നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. മൂന്നാമത് ഗ്രിഫിത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്, എന്ത് ചെയ്യുന്നു? ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ എടുക്കുന്നു. ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ എന്താണ് മക്കളെ? ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ പറയാമോ? ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് ഒരു കുറച്ച് എക്സ്ട്രെയിൻ ബാക്ടീരിയ എടുക്കുന്നു.
എന്നിട്ട് അതിൽ എന്ത് വെക്കുന്നു, അതിൽ നമ്മൾ ചൂടാക്കുന്നു. ഓക്കെ, ചൂടാക്കി കഴിയുമ്പോൾ ചൂടാക്കി കൊല്ലുക, അതാണ് ഹീറ്റ് കില്ല് ചെയ്യുക എന്ന് പറയും. മനസ്സിലായല്ലോ, ഹീറ്റ് കിൽ. ഓക്കെ, ചെറുതായിട്ട് ചൂടാക്കുന്നു, ചൂടാക്കി കഴിയുമ്പോൾ ബാക്ടീരിയൽ എന്ത് ചെയ്ത് പോകുന്നു, ചത്തുപോകുന്നു അല്ലേ. ആ ഡെഡ് ആയിട്ടുള്ള ബാക്ടീരിയ, ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിൻ, ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ, ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിനെ എങ്ങോട്ട് ആഡ് ചെയ്യുന്നു, എവിടേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു, നമ്മുടെ മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു അല്ലേ. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഹീറ്റ് കിൽ ചത്ത എസ്ട്രെയിൻ ആണ് അല്ലേ. ചത്ത എസ്ട്രെയിൻ ആണെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടോ ഇല്ല, കാരണം ഡിസീസ് കോസിങ് അല്ല, കാരണം അത് ഡെഡ് ആയതാണ് അല്ലേ. അപ്പോൾ അത് ഇഞ്ചെക്ട് ചെയ്യുന്നു, അപ്പോൾ മൈസിന് വല്ല കുഴപ്പമുണ്ടാവും ഇല്ല, മൈസ് എന്ത് ചെയ്യുന്നു, സർവൈവ് ചെയ്യുന്നു അല്ലേ. ഇതൊക്കെ നമ്മൾ മൈസിനോട് മുമ്പേ പറയും, നീ പേടിക്കേണ്ട, ഇത് ഞാൻ കൊന്നതാണ്, എസ്ട്രെയിനെ ഡെഡ് ആക്കിയ എസ്ട്രെയിൻ ആണ്, ഹീറ്റ് കിൽ ആക്കിയ എസ്ട്രെയിൻ ആണ്, ഇത് ഇഞ്ചെക്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, നീ പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് മൈസിനെ ഇഞ്ചെക്ട് ചെയ്തു. ശരിയാണ്, മൈസ് എന്ത് ചെയ്തില്ല, ഡെഡ് ആയില്ല, സർവൈവ് ചെയ്യുന്നു. ഇനിയും ഇപ്പം നോക്കിക്കേ മക്കളെ, ഇപ്പം ഇവിടെ ബാക്കിയുള്ളത്, ഗ്രിഫിത്തിന്റെ കയ്യിൽ ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ഉണ്ട് അല്ലേ, എല്ലാ എസ്ട്രെയിനെയും പുള്ളി എന്ത് ചെയ്തു, ചൂടാക്കി കൊന്നു. പിന്നെ ബാക്കിയുള്ളത് എന്തുവാ, ബാക്കിയുള്ള ലൈവായിട്ടുള്ള ആർസ്റ്റൈനാണ്. ഈ അധികം വന്ന സാധനം രണ്ടും കൂടെ ഒഴിച്ച് ഒരുമിച്ചാക്കി വെച്ചു. ഓക്കെ, എന്നിട്ട് പുള്ളിക്ക് അത് മനസ്സിലാകുന്നില്ല, വെറുതെ ബാക്കി വന്ന സാധനങ്ങളെല്ലാം കൂടെ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ചു. ഓക്കെ, എന്നിട്ട് പുള്ളി എന്ത് ചെയ്തു, ഇത് ഒരുമിച്ചെടുത്ത് എവിടേക്ക് ഇഞ്ചെക്ട് ചെയ്തു, മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. അപ്പൊ എന്തൊക്കെയായിരിക്കും ബാക്കിയുള്ള, ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ, ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ അല്ലേ. പിന്നെ എന്തുണ്ട്, ലൈവായിട്ടുള്ള ആർസ്റ്റൈൻ, ലൈവ് ആർസ്റ്റൈൻ. ഓക്കെ, ജീവനുള്ള എസ്ട്രെയിനെയും ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിൻ്റെയും ബാക്കി അല്ലേ, അധികം വന്ന സാധനമുണ്ട്, ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് പുള്ളി ഒരുമിച്ച് എവിടേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ്, മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. മനസ്സിലായോ? മൈസ് എന്ത് ചെയ്ത് കാണും, നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ അല്ലേ, അതായത് ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള എസ്ട്രെയിൻ, അതിനെ കൊന്നതിന്റെ ബാക്കി കുഴപ്പം വല്ലതും ഉണ്ടോ ഇല്ല. ലൈവ് ആയിട്ടുള്ള ആർസ്റ്റൈൻ ഡിസീസ് ഉണ്ടാക്കുന്നതാണോ അല്ല അല്ലേ, രണ്ടുപേരും കുഴപ്പക്കാരല്ല. പക്ഷെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ചേർത്തപ്പോൾ, അരം പ്ലസ് അരം കിന്നരം എന്ന് പറയുന്ന പോലെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ചേർത്ത് എന്ത് ചെയ്യാണ്, നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാണ് മൈസിലേക്ക്. മൈസിനോട് ഗ്രിഫിത്ത് പറഞ്ഞു, പേടിക്കണ്ടടാ, ഞാൻ ഒരുത്തനെ കൊന്നതാണ്, മറ്റേവൻ പ്രശ്നക്കാരനും അല്ല എന്നൊക്കെ പറഞ്ഞാണ് കുത്തിയത്. പക്ഷേ ഗ്രിഫിത്ത് പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ട് അവിടെ ഉണ്ടായി. എന്താണ് ആ റിസൾട്ട്? മൈസ് എന്തായി പോയി, മൈസ് ഡൈഡ്. മനസ്സിലായോ? മൈസ് ഡൈഡ്. അപ്പോൾ ഇവിടെ വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആർക്ക് കിട്ടുകയാണ്, നമ്മുടെ ഗ്രിഫിത്തിന് കിട്ടുകയാണ്. ഓക്കെ, ഗ്രിഫിത്ത് പ്രതീക്ഷിച്ചതിനേക്കാളും വിപരീതമായിട്ട് ഒരു റിസൾട്ട് കിട്ടുകയാണ്. ഗ്രിഫിത്തിന് വിശ്വാസം വന്നില്ല. ഗ്രിഫിത്ത് എന്ത് ചെയ്തു, പിന്നെയും ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കുകയാണ്. മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതേപോലെ തന്നെയാണ് റിസൾട്ട് കിട്ടുക. ബട്ട് ഗ്രിഫിത്ത് ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ഗ്രിഫിത്തിന് ഒന്നും പിടികിട്ടിയില്ല. ഗ്രിഫിത്ത് ഇത്രയും പറഞ്ഞു, ഞാൻ ഡെഡിനെയാണല്ലോ ആഡ് ചെയ്തത്, ഡെഡ് എസ്ട്രെയിനെയാണല്ലോ ആഡ് ചെയ്തത്. അപ്പോൾ മൈസ് ഡെഡ് ആവണമെങ്കിൽ, ഡെഡ് എസ്ട്രെയിനെയും ലൈവ് ആർസ്റ്റൈനെയും കൂടെ ആഡ് ചെയ്തപ്പോൾ മൈസ് ഡൈഡ് ആവണമെങ്കിൽ ആർസ്റ്റൈനെയോ ആരെയോ എന്താക്കിയിട്ടുണ്ട്, എസ്ട്രെയിൻ ആക്കി മാറ്റിയിട്ടുണ്ട്. മനസ്സിലാവുന്നോ? അല്ലാതെ ഒരിക്കലും മൈസിന് ന്യൂമോണിയ വരത്തില്ല. അപ്പൊ ഗ്രിഫിത്ത് പറഞ്ഞു, ഗ്രിഫിത്തിന്റെ ഒന്നാമത്തെ ഔട്ട്കം ഇതാണ്, സംതിങ് ഹാസ് ട്രാൻസ്ഫോംഡ് ദ ആർസ്റ്റൈൻ ഇൻടു എസ്ട്രെയിൻ, അല്ലെങ്കിൽ ആർസ്റ്റൈൻ ഈസ് സംഹൗ ട്രാൻസ്ഫോംഡ് ടു എന്താണ്, എസ്ട്രെയിൻ. ആർസ്റ്റൈൻ എങ്ങനെയോ എന്തായിട്ട് മാറി മക്കളെ, എസ്ട്രെയിൻ ആയിട്ട് മാറി. അത് ആർക്ക് പിടികിട്ടിയില്ല, ഗ്രിഫിത്തിന് പിടികിട്ടില്ല. മനസ്സിലാവുന്നല്ലോ? അല്ല ഗ്രിഫിത്ത് ഒന്നിനും പറഞ്ഞില്ല, DNA ഹാസ് ട്രാൻസ്ഫോംഡ് ആർസ്റ്റൈൻ ഇൻടു എസ്ട്രെയിൻ ഒന്നും ആര് പറഞ്ഞിട്ടില്ല, ഗ്രിഫിത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഗ്രിഫിത്തിന് പിടികിട്ടില്ല. പിടികിട്ടാത്ത സാധനം എങ്ങനെ പറയും? അപ്പൊ അതിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഇതാണ്, ആർസ്റ്റൈൻ ഈസ് സംഹൗ ട്രാൻസ്ഫേർഡ്, എങ്ങനെയോ എന്തോ ആര് ട്രാൻസ്ഫോംഡ് ചെയ്തു, ആർസ്റ്റൈൻ ഈസ് ഗെറ്റിംഗ് ട്രാൻസ്ഫോംഡ് ടു എസ്ട്രെയിൻ. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്, അതാണ്. അപ്പൊ അതാണ് അതിന്റെ ഒന്നാമത്തെ ഔട്ട്കം എന്ന് പറയുന്നത്, ആർസ്റ്റൈൻ ഈസ് സംഹൗ ട്രാൻസ്ഫോംഡ് ടു എസ്ട്രെയിൻ അല്ലേ. അതാണ് അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. ഇനി വേറെ ഔട്ട്കം കൂടെ NCERT ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ചൂടാക്കിയപ്പോൾ ആര് ഡെഡായി, ബാക്ടീരിയ ഡെഡായി അല്ലേ. നമ്മുടെ ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ചൂടാക്കിയപ്പോൾ ആര് ചത്തു, ബാക്ടീരിയ. യെസ്, ഡെഡായി പോയി അല്ലേ. അതുകൊണ്ടാണ് നമ്മൾക്ക് മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തപ്പോഴൊന്നും എന്താണ് ലൈവായിട്ടുള്ള ഡെഡായിട്ടുള്ള ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിനെ ഒറ്റയ്ക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്തപ്പോൾ മൈസിന് വല്ലതും പറ്റിയോ? ഒന്നും പറ്റിയില്ല അല്ലേ. മിക്സ് ചെയ്ത് വെച്ചപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോഴാണ് ഗ്രിഫിത്ത് പറഞ്ഞ് എങ്ങനെയോ ആർസ്റ്റൈൻ എന്തായാലും മാറിയിട്ട് എസ്ട്രെയിൻ ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയും. നമുക്കറിയാം ആരായിരിക്കും ഈ ആർസ്റ്റൈനെ എസ്ട്രെയിൻ ആക്കി മാറ്റിയത്. ഈ ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ്റെ അകത്ത് ഡെഡായിട്ട് അല്ലെങ്കിൽ ചൂടാക്കി കൊന്നിട്ടും ആര് ഡീനേച്ചർ ആയില്ലായിരുന്നു, DNA നശിച്ചു പോയിട്ടില്ല അല്ലേ. കാരണം DNA ഈസ് ഹൈലി തെർമോസ്റ്റേബിൾ അല്ലേ. ചൂടാക്കുമ്പോൾ പ്രോട്ടീൻസ് എല്ലാം ഡീനേച്ചർ ആവും അല്ലെ. പ്രോട്ടീൻസ് എല്ലാം ഡീനേച്ചർ ആയിട്ടാണ് ബാക്ടീരിയ ഡെഡ് ആയി പോയത് അല്ലെ. മുട്ട വിഴുങ്ങുന്ന അവസ്ഥ. ബാക്ടീരിയക്കകത്ത് അതിന്റെ സൈറ്റോപ്ലാസവും ബാക്കി മെംബ്രെയിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന പ്രോട്ടീൻസ് കൊണ്ടാണ്. ചൂടായി കഴിയുമ്പോൾ ഈ പ്രോട്ടീൻസ് എല്ലാം എന്ത് ചെയ്തു പോകും, ഡീനേച്ചർ ചെയ്തു. അപ്പോൾ ബാക്ടീരിയ സ്വാഭാവികമായിട്ടും എന്താവും, ഡെഡ് ആവും. മനസ്സിലായോ? പക്ഷെ അതിനകത്ത് DNA എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, നശിച്ചു പോയിട്ടില്ലായിരുന്നു അല്ലെ. അതുകൊണ്ടാണ് ആ DNA ആണ് ശരിക്കും ആർസ്റ്റൈനെ എന്താക്കി മാറ്റുന്നത്, എസ്ട്രെയിൻ ആക്കി മാറ്റുന്നത്. പിന്നീട് നമ്മളത് കണ്ടുപിടിച്ചു പറയുന്നുണ്ട് അല്ലെ.
അപ്പോൾ ആ എക്സ്പെരിമെന്റിൽ നിന്ന് ഒരു കാര്യം വളരെ എവിഡന്റ് ആണ്. എന്താണ്? ദാറ്റ് ഈസ് ദ തെർമോസ്റ്റെബിലിറ്റി ഓഫ് DNA. അല്ലെ, DNA ഈസ് ഹൈലി തെർമോസ്റ്റേബിൾ. അതുകൊണ്ടാണ് ചൂടാക്കി ബാക്ടീരിയ കൊന്നിട്ടും ആര് നശിച്ചു പോകാഞ്ഞത്? DNA നശിച്ചു പോകാഞ്ഞത്. അല്ലെ, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറയാം, തെർമൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് DNA വാസ് വെരി എവിഡന്റ് ഇൻ ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ്. സ്റ്റെബിലിറ്റി ഓഫ് DNA. Stability of DNA was very evident in Griffith's transforming experiment. Okay, very evident. Clear ആയോ മക്കളെ? മനസ്സിലായോ? ക്ലിയർ ആയോ? ഈ രണ്ട് ഔട്ട്കം നമുക്ക് പറയാനായിട്ട് പറ്റും. ഒന്നാമത്തെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രിഫിത്ത് പറഞ്ഞു ആർസ്റ്റൈൻ സംഹൗ ട്രാൻസ്ഫോംഡ് എന്താണ് ടു എസ്ട്രെയിൻ. അല്ലെ, ആർസ്റ്റൈൻ എങ്ങനെയോ എന്തായിട്ട് മാറി? എസ്ട്രെയിൻ ആയിട്ട് മാറി. അതിനെയാണ് നമ്മൾ ഗ്രിഫിത്ത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? രണ്ടാമത്തേത് സ്റ്റെബിലിറ്റി ഓഫ് DNA വാസ് വെരി എവിഡന്റ് ഇൻ ദാറ്റ് എക്സ്പെരിമെന്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ എക്സ്പെരിമെന്റിന്റെ എന്ന് പറയുന്നത് ഔട്ട്കം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? ഇത് രണ്ടും എഴുതി വെക്കണം, എന്നാൽ ഫുൾ മാർക്ക് ഉറപ്പാണ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ അതാണ് അദ്ദേഹം അറൈവ് ചെയ്തിരിക്കുന്ന കൺക്ലൂഷൻ. അദ്ദേഹം അറൈവ് ചെയ്ത കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ആർസ്റ്റൈൻ ഈസ് സംഹൗ ട്രാൻസ്ഫോംഡ് ടു എസ്ട്രെയിൻ. അതിന്റെ കൂടെ നമുക്ക് എഴുതാം എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് DNA വാസ് ഓൾസോ വെരി എവിഡന്റ് ഇൻ ദാറ്റ് എക്സ്പെരിമെന്റ്. അന്നേരം അത് ഗ്രിഫിത്തിന് പിടികിട്ടുന്നില്ല, പക്ഷെ പിന്നീട് നമുക്ക് പറയാം എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് DNA വാസ് വെരി എവിഡന്റ് ഇൻ ദിസ് പർട്ടിക്കുലർ എക്സ്പെരിമെന്റ്. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് DNA replication with the help of replication fork. What role does the enzyme DNA ligase play in the DNA replication? ഓക്കെ, അതായത് നമുക്കറിയാം DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന DNA ഉണ്ടാകുന്ന ചെറിയൊരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വിളിക്കുക. ആ റെപ്ലിക്കേഷൻ ഫോർക്കിനെ വെച്ചുകൊണ്ട് DNAയുടെ റെപ്ലിക്കേഷൻ മെക്കാനിസം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നാണ് ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നല്ല, ചെയ്യണം, എക്സ്പ്ലെയിൻ. ഓക്കെ, അതുപോലെ തന്നെ വാട്ട് ഡസ് ദ റോൾ ഓഫ് ദ എൻസൈം DNA ligase? DNA ligaseന്റെ റോൾ എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ DNA റെപ്ലിക്കേഷൻ വേണ്ടി എടുക്കുമ്പോൾ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA എടുക്കാം. ഓക്കെ, എടുത്തല്ലോ. ഡബിൾ സ്റ്റാൻഡേർഡ് DNA എല്ലാവരും എടുത്തല്ലോ. അതിൻ്റെ സൈഡുകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇത് 3' ഇത് 5', ഇത് 5', ഇത് 3'. ഓക്കെ, ബിക്കോസ് ദ സ്റ്റാൻഡ്സ് ആർ ആൻറ്റി പാരലൽ. ഇവർ തമ്മിൽ ഇതിനകത്ത് ഇരിക്കുന്ന ബേസുകൾ തമ്മിൽ എന്തുണ്ടാവും? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. അല്ലേ, ഇതാണ് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA എന്ന് പറയുന്നത്. ഈ DNAക്കകത്ത് എവിടെ നിന്നാണ് റെപ്ലിക്കേഷൻ തുടങ്ങുന്നത്? റെപ്ലിക്കേഷൻ ബിഗിൻസ് ഫ്രം ദ റീജിയൻ കോൾഡ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒറൈ സൈറ്റിൽ നിന്നാണ് എന്ത് തുടങ്ങുക? റെപ്ലിക്കേഷൻ തുടങ്ങുക. അല്ലേ, ഈ റെപ്ലിക്കേഷൻ തുടങ്ങുന്ന സമയത്ത് ഈ DNA അൺവൈൻഡ് ചെയ്യണം. അല്ലേ, DNA അൺവൈൻഡ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് DNA ഹെലിക്കേസ്. DNA ഹെലിക്കേസ്. ഓക്കെ, അപ്പോൾ DNA ഹെലിക്കേസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റിൽ നിന്നും ഈ DNA എന്ത് ചെയ്ത് തുടങ്ങും? അൺവൈൻഡ് ചെയ്ത് തുടങ്ങും. ഓക്കെ, അൺവൈൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഇടയ്ക്കുള്ള ബോണ്ടുകളെല്ലാം എന്ത് ബോണ്ടാ? ഹൈഡ്രജൻ ബോണ്ടാ. മനസ്സിലാകുന്നുണ്ടോ? ഹൈഡ്രജൻ ബോണ്ടുകളെല്ലാം കൂടെ ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്യാൻ ആർക്ക് പറ്റത്തില്ല? ഹെലിക്കേസിന് പറ്റത്തില്ല. ഇൻസായിട്ട് റീസൺ പറയുന്നുണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി എനർജി കൺസ്യൂമിങ് പ്രോസസ്. മനസ്സിലായോ? എല്ലാം കൂടെ ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അൺവൈൻഡ് ചെയ്ത് എടുക്കാൻ ആർക്ക് പറ്റത്തില്ല? നമ്മുടെ ഹെലിക്കേസിന് പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി എനർജി കൺസ്യൂമിങ് പ്രോസസ്. അപ്പോൾ അതായത് കുറച്ചിങ്ങനെ അങ്ങോട്ട് അൺവൈൻഡ് ചെയ്യും. ഇത്രയും ഭാഗം അൺവൈൻഡ് ചെയ്യാം, കുറച്ച് ഭാഗം മാത്രം അൺവൈൻഡ് ചെയ്യും. നോക്കിയേ, ഇത് 3' ഇത് 5'. ഓക്കെ, ഇത് 5', ഇത് 3'. ബാക്കി റീജിയൻ ഇവിടെ എല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്? ഇങ്ങനെ ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒരു വൈ ഷേപ്പ്ഡ് സ്ട്രക്ചർ ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ വൈ ഷേപ്പ്ഡ് ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് റെപ്ലിക്കേഷൻ ഫോർക്ക്. നിങ്ങൾ ഫിസിക്സിലൊക്കെ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉണ്ട് അല്ലേ? എന്താണ്? റെസൊണൻസ് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കണം. ടിങ് എന്നടിച്ച് ചെവി വെച്ച് നോക്കുന്നത് അല്ലേ? അതിന്റെ ഷേപ്പ് ഒരു വൈ ഷേപ്ഡ് ആണ് അല്ലെ? ട്യൂണിംഗ് ഫോർക്കിന്റെ ഷേപ്പ് അതിൽ നിന്നാണ്. ഇതും വൈ ഷേപ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വിളിക്കുക. സ്മോൾ വൈ ഷേപ്ഡ് ഓപ്പണിംഗ്. ഓക്കെ, ഇത് വെച്ചിട്ട് DNA റെപ്ലിക്കേഷൻ ബാക്കി പറയാനായിട്ടാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ നോക്കാം. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു DNA ഹെലിക്കേസ് ഇപ്പം ഇവിടെ വരെ വന്നിരിക്കുകയാണ്. ശ്രദ്ധിച്ചോണേ, DNA ഹെലിക്കേസ് ഇവിടെ വരെ വന്നിരിക്കുകയാണ്, ഇവിടെ വരെ. ഓക്കെ, അവിടെ നിന്നും താഴേക്ക് അവരിപ്പോൾ ചെയ്യത്തില്ല. കാരണം എന്താ? ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി എനർജി കൺസ്യൂമിങ് പ്രോസസ്. അവിടെ വരെ വന്ന് അവർ അൺവൈൻഡ് ചെയ്തിട്ട് ബാക്കി അവർ റെസ്റ്റ് എടുക്കുകയാണ്. ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി ഇപ്പോൾ അൺവൈൻഡ് ചെയ്ത ഭാഗത്തെ അത്രയും നമ്മൾ എന്ത് നടത്തണം? റെപ്ലിക്കേഷൻ നടത്തണം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഈ അൺവൈൻഡ് ചെയ്ത റീജിയൻസ് വരെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അൺവൈൻഡ് ചെയ്ത് നിൽക്കുന്ന റീജിയൻ നമുക്കിപ്പോൾ ഫ്രീ ആയി കിട്ടിയിരിക്കുന്ന റീജിയൻസിനെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നോക്കിക്കാം മക്കളെ, അങ്ങനെയാണെങ്കിൽ അൺവൈൻഡ് ചെയ്ത സ്റ്റാൻഡിന്റെ മാത്രം റീജിയൻ നോക്കാം. ശ്രദ്ധിച്ചോണേ, അൺവൈൻഡ് ചെയ്ത റീജിയൻ മാത്രം നോക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലെ സ്റ്റാൻഡ് നോക്കുക. ഇത് 3' എന്തായിരിക്കും? ഇത് ഏതെൻ്റെ ആയിരിക്കും? 5' ആയിരിക്കും. ഓക്കെ, റൈറ്റ് സൈഡിലെ സ്റ്റാൻഡ് നോക്കുക.
മുകളിൽ 5 ഡാഷ് എൻഡ് ആണെങ്കിൽ ഇവിടെ ഏത് എൻഡ് ആയിരിക്കും? 3 ഡാഷ് എൻഡ്. കാരണം അൺബൈൻഡ് ചെയ്ത റീജിയൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ആണല്ലോ. ഇനിയും അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇനി ഇതിനകത്ത് വേണ്ടുന്ന പ്രധാനപ്പെട്ട എൻസൈമുകളുണ്ട് അല്ലെ. അതിൽ ഒന്നാമത്തെ എൻസൈമാണ് DNA പോളിമറൈസ്. എന്താണ് മക്കളെ DNA പോളിമറൈസിന്റെ ഫംഗ്ഷൻ? DNA പോളിമറൈസ് ഇസ് ദ മെയിൻ എൻസൈം ഇൻവോൾവ്ഡ് ഇൻ DNA റെപ്ലിക്കേഷൻ അല്ലെ. DNA പോളിമറൈസ് എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ട് DNA പോളിമറൈസ് ചെയ്യുക, DNA ഉണ്ടാക്കുക അല്ലെ. അപ്പൊ അവരാണ് ദ മെയിൻ എൻസൈം ഇൻവോൾവ്ഡ്. ഓക്കെ, അപ്പൊ അവരുടെ റോളാണ് ഇവിടെ ഇനിയുള്ളത്. പക്ഷേ DNA പോളിമറൈസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? DNA പോളിമറൈസ് ഒരു നാണംകുണിയാണ്. ഓക്കെ, അതായത് DNA പോളിമറൈസ് കനോട്ട് ഇനിഷ്യേറ്റ് DNA റെപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് തുടങ്ങാൻ ആർക്ക് പറ്റത്തില്ല? DNA പോളിമറൈസിന് പറ്റത്തില്ല അല്ലേ. അതിന് വേറൊരാൾ പറഞ്ഞു. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരികയെന്ന് വിചാരിക്കുക, ഓഫ്ലൈൻ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും നിങ്ങൾ ക്ലാസ്സിൽ 100 കുട്ടികൾ ഇരിപ്പുണ്ട്. ഞാൻ ക്ലാസ്സൊക്കെ കുറേ കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, ഇനി ആരെങ്കിലും നിങ്ങളൊരാൾ പാട്ട് പാടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ ആരും വരത്തില്ല അല്ലേ. അപ്പം ഞാനൊരു പാട്ടങ്ങ് പാടുകയാണ്, കൊള്ളാം, ഞാനൊരു പാട്ടം കൊണ്ട് പാടി കഴിയുമ്പോൾ നിങ്ങൾ അയ്യടാ ഇത്രയുള്ള കാര്യം എന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ. എന്നിട്ട് അതിനുശേഷം ഞാനൊരു പാട്ടങ്ങ് പാടി കഴിയുമ്പോഴത്തേന് നിങ്ങൾ വന്ന് ഓരോരുത്തർ പാട്ട് പാടാനായിട്ട് തുടങ്ങത്തില്ലേ. അവിടെ എന്താ സംഭവിച്ചേ? നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു, അത് ഞാൻ തീർത്തതാണ് അല്ലേ. എന്ന് പറഞ്ഞ പോലെ DNA പോളിമറൈസ് കനോട്ട് ഇനിഷ്യേറ്റ് DNA റെപ്ലിക്കേഷൻ. ഇവിടുത്തെ മെയിൻ ആളാണ് DNA പോളിമറൈസ്, ബട്ട് ദേ കനോട്ട് ഇനിഷ്യേറ്റ് DNA റെപ്ലിക്കേഷൻ. അതിനാര് വരണം? അതിന് മറ്റൊരു എൻസൈം വരേണ്ടി വരും. അതാണ് RNA പോളിമറൈസ്. ഓക്കെ, RNA പോളിമറൈസ് വന്നിട്ടാണ് എന്ത് തുടങ്ങുക? DNA റെപ്ലിക്കേഷൻ തുടങ്ങുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നോക്കാം, RNA പോളിമറൈസ് വന്നിട്ട് DNA ഉണ്ടാക്കത്തില്ലല്ലോ. RNA പോളിമറൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? RNA സിന്തസൈസിങ് എൻസൈം ആണ് അല്ലെ. അപ്പൊ അവരുണ്ടാക്കുന്നത് എന്താ? അവരുണ്ടാക്കുന്നത് RNA വന്നിട്ട് അവർ സിന്തസൈസ് ചെയ്ത് തുടങ്ങും. ഇനി അടുത്ത ചോദ്യം, എവിടെ നിന്നാണ് സിന്തസൈസ് ചെയ്ത് തുടങ്ങുക? ഈ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സ്റ്റാൻഡ് നിങ്ങൾ നോക്കിക്കേ, ഒരെണ്ണം 3 ഡാഷ് ഉണ്ട്, മറ്റൊരെണ്ണം 5 ഡാഷ് ഉണ്ട്. ഇപ്പുറത്തെ സ്റ്റാൻഡ് നോക്കുക, ഒരെണ്ണം 3 ഡാഷ് ഉണ്ട്, മറ്റൊരെണ്ണം 5 ഡാഷ് ഉണ്ട് ആണല്ലോ. എവിടെ തുടങ്ങും? 5 ഡാഷിൽ തുടങ്ങുമോ 3 ഡാഷിൽ തുടങ്ങുമോ? അതോ ഇഷ്ടമുള്ളിടത്ത് തോന്നിയ പോലെ തുടങ്ങാം? അതാണ് അടുത്ത ചോദ്യം. മനസ്സിലായോ? ഏതാണ്? എവിടെയായിരിക്കും തുടങ്ങുക DNA റെപ്ലിക്കേഷൻ? DNA റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പുതിയ ന്യൂക്ലിയോടൈഡ് അതിനെ കോംപ്ലിമെന്ററി ആയിട്ട് കൊണ്ടുവന്ന് ആഡ് ചെയ്യുകയാണ് അല്ലെ. അങ്ങനെ ഒരു ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യുമ്പോൾ അത് ഏത് സൈഡിലാണ് പറ്റുന്നത്? എവിടേക്കാണ് കൊണ്ട് ആഡ് ചെയ്യാൻ പറ്റുക? നമ്മുടെ 3 ഡാഷ് എൻഡിൽ നിന്ന് മാത്രമേ അത് തുടങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. വൈ? ബിക്കോസ് 3 ഡാഷ് എൻഡിലാണ് ആരിയിരിക്കുന്നത്? ഫ്രീ ആയിട്ടുള്ള OH ഗ്രൂപ്പ് ഇരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു DNA സ്റ്റാൻഡ് വരയ്ക്കുമ്പോൾ 3 ഡാഷ് എൻഡിൽ ആരായിരിക്കുന്നത്? OH. 5 ഡാഷ് എൻഡിൽ ആരായിരിക്കുന്നത്? ഫോസ്ഫേറ്റ് അല്ലെ. ഫോസ്ഫേറ്റ് ഇരിക്കുന്നിടത്തോട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരാളെ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം 3 ഡാഷിൽ ആരിക്കുന്നുണ്ട്? 3 ഡാഷ് എൻഡിൽ നമ്മൾ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള OH ഗ്രൂപ്പ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അവിടേക്കായിരിക്കും നമുക്ക് എപ്പോഴും മോളിക്യൂൾസിനെ കൊണ്ടുവന്ന് ആഡ് ചെയ്യാനായിട്ട് സൗകര്യം. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ, അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? അങ്ങനെ വരുമ്പോൾ ഈ 3 ഡാഷ് എൻഡിൽ നിന്നായിരിക്കും DNA എന്ത് ചെയ്യാൻ തുടങ്ങുക? സിന്തസൈസ് തുടങ്ങുക. അതായത് ഞാൻ ഇവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്യുന്നത് ദിസ് ഈസ് ദ 3 ഡാഷ് എൻഡ് അല്ലെ. 3 ഡാഷ് എൻഡിൽ നിന്നായിരിക്കും ആര് തുടങ്ങുക? DNA സിന്തസൈസ് തുടങ്ങുക. അപ്പൊ അവിടെ DNA, ഞാൻ റെഡ് കളർ വരച്ചിരിക്കുന്നത് DNA അല്ല, പിന്നെ അതെന്താ? RNA ആണ്. കാരണം അത് തുടങ്ങി വെച്ചിരിക്കുന്ന ആരാണ്? RNA പോളിമറൈസ് ആണ്. ഇവിടെയും അതുപോലെ തന്നെ 3 ഡാഷ് എൻഡിൽ നിന്ന് ഇവിടെ ഒരു RNA വന്ന് സിന്തസൈസ് ചെയ്യത്തില്ലേ? അപ്പൊ ഇവിടെ ഒരു RNA ആയി, ഇവിടെ ഒരു RNA, ചെറിയൊരു RNAയുടെ ഒരു ചെറിയ ഒലിഗോ ന്യൂക്ലിയോടൈഡ് അവിടെ ഫോം ചെയ്തു അല്ലെ. ഇനി നോക്കാം, ഇനി ആര് വരണം? ഇനി അടുത്ത ആര് വന്നോളും? DNA പോളിമറൈസ് വന്നോളും. കാരണം ഇവിടെ ആര് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു? RNA പോളിമറൈസ് DNA റെപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് അങ്ങ് പോയി. അതായത് ഇനി എൻ്റെ പാട്ട് പോലെ. മനസ്സിലായോ? ഞാൻ പാട്ട് പാടിയിട്ട് ഞാൻ മാറി നിൽക്കും, ഇനി നിങ്ങൾ പാടണം. മനസ്സിലായോ? അപ്പം നോക്കിയ മക്കളെ, അപ്പോൾ ഇനി നിങ്ങൾ നോക്കാം. അപ്പോൾ ഈ സ്റ്റാൻഡ് നിങ്ങൾ നോക്കിയാൽ, ലെഫ്റ്റ് സൈഡ് സ്റ്റാൻഡ് നോക്കിയാൽ, ഇത് 3 ഡാഷ് എൻഡ് ആണെങ്കിൽ ഇതിനെ നമുക്ക് ഏത് എൻഡെന്ന് വിളിക്കാം? 5 ഡാഷ് എന്ന് വിളിക്കാം അല്ലേ. ഇപ്പുറത്ത് നോക്കാം, ഇത് 3 ഡാഷ് എൻഡ് ആണെങ്കിൽ ഇത് ഏതെന്താണ്? ദിസ് വിൽ ബി ദ 5 ഡാഷ് എൻഡ് അല്ലേ. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ? ഇനി നോക്കാം, ഇനി ആര് വരും? ഇനി നമ്മുടെ DNA പോളിമറൈസ് വരികയാണ് അല്ലെ. DNA പോളിമറൈസ് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് DNA സിന്തസൈസ് തുടങ്ങും. ഇവിടോട്ട് ഇങ്ങനെ DNA സിന്തസൈസ് ചെയ്ത് വരികയാണ്. ഓക്കെ, അതേപോലെ ഈ DNA പോളിമറൈസ് നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടും സിന്തസൈസ് ചെയ്ത് പോകും. ക്ലിയർ ആയല്ലോ? മനസ്സിലായോ? പുതിയ DNA ഇവിടെ സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നോക്കിയേ, അപ്പം ഇത് ഏതെന്തായിരിക്കും? ഓപ്പോസിറ്റ് സ്റ്റാൻഡ് നോക്കുക, ഇത് 5 ഡാഷ് എൻഡ്, ദിസ് വിൽ ബി ദ 3 ഡാഷ് എൻഡ് അല്ലെ. ഇവിടെ താഴേക്ക് നോക്കുക, ഇത് 5 ഡാഷ് എൻഡ് ആയിരിക്കും, ദിസ് വിൽ ബി ദ 3 ഡാഷ് എൻഡ്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ നോക്കുക, അപ്പൊ അത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ DNA പോളിമറൈസ് സിന്തസൈസ് ചെയ്ത ഡയറക്ഷൻ ഏതാ? അപ്പൊ ആ പുതിയ സ്റ്റാൻഡ് പോയ ഡയറക്ഷൻ നിങ്ങൾ നോക്കിക്കേ, 5 ഡാഷ് ടു 3 ഡാഷ് അല്ലെ. DNA പോളിമറൈസ് എപ്പോഴും ഏത് ഡയറക്ഷൻ മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ? 5 ഡാഷ് ടു 3 ഡാഷ് മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് എന്തുകൊണ്ടാണ്? കാരണം ഇത് തുടങ്ങുന്നത് ഏത് എൻഡിൽ നിന്നേ പറ്റത്തുള്ളൂ? 3 ഡാഷ് എൻഡിൽ നിന്നായിരിക്കും തുടങ്ങുന്നത് അല്ലെ. മെയിൻ സ്റ്റാൻഡ് അല്ലെങ്കിൽ പേരന്റ് സ്റ്റാൻഡ് 3 ഡാഷ് എൻഡിൽ നിന്ന് തുടങ്ങത്തുള്ളൂ. പേരന്റ് സ്റ്റാൻഡ് 3 ഡാഷ് നിന്നാണ് തുടങ്ങുക. അപ്പൊ പിന്നെ
ന്യൂലി സിന്തസൈസ് ഡോട്ടർ സ്റ്റാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും തുടക്കം 5' ആയിരിക്കും അല്ലേ. അപ്പോൾ 5' to 3' മാത്രമാണ് എന്ത് നടക്കുക, ആ സിന്തസിസ് നടക്കുക. ക്ലിയർ ആയോ, മനസ്സിലായോ? ഓക്കെ, ഇനി പരിപാടി കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലേ. ഇനി എന്താ ചെയ്യുക, ഇനി നമ്മൾ ബാക്കിയും കൂടെ അൺവൈൻഡ് ചെയ്യണം അല്ലേ. ദേ നമ്മുടെ DNA പോളിമറൈസ് പതുക്കെ എന്ത് ചെയ്യണം, നമ്മുടെ ഹെലിക്കേസ് പതുക്കെ താഴോട്ട് നീങ്ങുന്നു. ബാക്കിയും കൂടെ എന്ത് ചെയ്യുകയാണ്, ബാക്കിയും കൂടെ അൺവൈൻഡ് ചെയ്യണം അല്ലേ. ബാക്കിയും കൂടെ അൺവൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി സ്റ്റാൻഡൂടെ കിട്ടുകയാണ്. ഇനി അതിനകത്തൂടെ നമുക്ക് എന്ത് നടത്തണം, അതിനകത്തൂടെ നമുക്ക് DNA റെപ്ലിക്കേഷൻ നടത്തണം. ശ്രദ്ധിച്ചേ മക്കളെ, ശ്രദ്ധിച്ചേ. അപ്പം നോക്കാം, ഇനി നമ്മൾ ഇനിയിപ്പോൾ ഏത് റീജിയനാണ് കൺസിഡർ ചെയ്യുന്നത്, ഇനി അൺവൈൻഡ് റീജിയൻ മാത്രം നോക്കാൻ പാടുള്ളൂ. ബാക്കി മുകൾ ഭാഗത്ത് നമ്മളെ വൈ ഷേപ്പിൽ അൺവൈൻഡ് ചെയ്ത റീജിയൻ ഓൾറെഡി നമ്മൾ എന്ത് നടത്തി കഴിഞ്ഞു, ഓൾറെഡി നമ്മൾ റെപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ അൺവൈൻഡ് ചെയ്ത റീജിയൻ മാത്രം നോക്കുക. അൺവൈൻഡ് ചെയ്ത റീജിയൻ മുകളിൽ നമ്മൾ ഈ സിന്തസൈസ് ചെയ്ത റീജിയൻ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അൺവൈൻഡ് ചെയ്ത റീജിയൻ മാത്രം നോക്കുക അല്ലേ. അൺവൈൻഡ് ചെയ്ത റീജിയൻ നോക്കുമ്പോൾ ശ്രദ്ധിച്ച മക്കളെ, ശ്രദ്ധിച്ചേ, അൺവൈൻഡ് ചെയ്യുന്ന റീജിയൻ നോക്കുമ്പോൾ ഇത് 3' ആണെങ്കിൽ ഇത് ഏതെൻ്റെ ആയിരിക്കും, ഇത് 5' ആണെങ്കിൽ ഇത് ഏതെൻ്റെ ആയിരിക്കും, ഇത് ദിസ് വിൽ ബി 3' അല്ലേ. ഇത് 3' ആണെങ്കിൽ ദിസ് വിൽ ബി ഏതായിരിക്കും, 5' ആണല്ലോ, ആണല്ലോ, ആണ്. ഇനി നോക്കുക, DNA പോളിമറേസിന് ഏത് ഡയറക്ഷനിൽ ചെയ്യാന്നാണ് നമ്മൾ പറഞ്ഞത്, DNA പോളിമറേസ് ക്യാൻ സിന്തസൈസ് ഇൻ 5' to 3' ഡയറക്ഷൻ ആണല്ലോ, 5' to 3' ഡയറക്ഷൻ. ഇത് 5' ആണെങ്കിൽ നോക്കുക, ഇനി പുതുതായിട്ട് ഉണ്ടാകാൻ പോകുന്ന സ്റ്റാൻഡിൻ്റെ കാര്യം നോക്കുക. ഇത് 5' ആണെങ്കിൽ ഇത് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പുതിയ സ്റ്റാൻഡ് ഇത് ഏതായിരിക്കും, 3' ആണല്ലോ. മുകളിലേക്ക് വരുന്നു, മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ഏതിൻ്റെ ആയിരിക്കും വരിക, 5'. ഓക്കെ, പുതുതായിട്ട് സിന്തസൈസ് ചെയ്യാൻ പോകുന്ന സ്റ്റാൻഡിൻ്റെ 5' ആണ് മുകളിൽ, 3' താഴെ അല്ലേ. DNA പോളിമറൈസിന് ഏത് ഡയറക്ഷനിലാണ് ചെയ്യാൻ പറ്റുന്നത്, DNA പോളിമറൈസ് ക്യാൻ സിന്തസൈസ് ഇൻ 5' to 3' ഡയറക്ഷൻ അല്ലേ. അപ്പം നോക്കുക, ഇവിടെ നിന്നാണ് അൺവൈൻഡ് ചെയ്ത് കിട്ടിയത്. അപ്പോൾ ഈ 5' എൻഡിൽ വരെ മുകളിലത്തെ സ്റ്റാൻഡ് ഇങ്ങനെ വന്ന് ചെയ്തിരിപ്പുണ്ട് അല്ലേ. അപ്പോൾ ഓൾറെഡി അവിടെ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. ആ ന്യൂക്ലിയോടൈഡിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് ഈ 5' to 3' ഡയറക്ഷനിൽ ആരിങ്ങ് പോരും, അവിടുന്ന് DNA സിന്തസൈസ് ചെയ്ത് താഴോട്ടിങ്ങ് പോരും. മനസ്സിലായോ, ക്ലിയർ ആയോ? കാരണം എന്താ, കാരണം നമുക്ക് ഇവിടെ DNA സിന്തസൈസ് ചെയ്യേണ്ട ഡയറക്ഷനും 5' ആണ്, 5' to 3' ആണ്. DNA പോളിമറേസിന് ചെയ്യാൻ പറ്റുന്ന ഡയറക്ഷൻ ഇത് തന്നെയാണ്, 5' to 3' ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടുന്ന് ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്ത് താഴോട്ട് DNA പോരും. ഓക്കെ, അടുത്ത സ്റ്റാൻഡ് നോക്കാം. അടുത്ത സ്റ്റാൻഡ് നോക്കിക്കേ, അടുത്ത സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് 3' ആണെങ്കിൽ ഇത് ഏതെൻ്റെ ആയിരിക്കും, 5' ആണല്ലോ. അത് പുതുതായിട്ട് ഉണ്ടാകാൻ പോകുന്ന സ്റ്റാൻഡിൻ്റെ അത് നേരെ മുകളിലോട്ട് വന്നാൽ ഇവിടെ പുതുതായിട്ട് ഉണ്ടാകാൻ പോകുന്ന സ്റ്റാൻഡിൻ്റെ ഡയറക്ഷൻ ഇത് ഏതായിരിക്കും, 3' അല്ലേ. DNA പോളിമറേസിന് ഏത് ഡയറക്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, 5' to 3' അല്ലേ. അതായത് ഇവിടെ താഴെ നിന്ന് എങ്ങോട്ട് പോകണം, മുകളിലേക്ക് പോകേണ്ടി വരും. മനസ്സിലായോ? താഴേക്ക് മുകളിലേക്ക് പോകുന്നത് ഇവിടെ നോക്കിക്കേ, ഇവിടെ ആരെങ്കിലും വേറെ ന്യൂക്ലിയോടൈഡ് ഇവിടെ ഇരിപ്പുണ്ടോ, ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ താഴെ ഒരു ന്യൂക്ലിയോടൈഡും ഇല്ല. താഴെ ഒരു ന്യൂക്ലിയോടൈഡും ഇല്ലെങ്കിൽ അവിടെ പുതിയ ന്യൂക്ലിയോടൈഡ് എന്ത് ചെയ്യണം, സിന്തസൈസ് ചെയ്യണം. അതിന് ആര് വരണം, അതിന് RNA പോളിമറൈസ് വരണ്ടേ. അപ്പം നോക്കിയാൽ മക്കളെ, അപ്പോൾ അവിടെ RNA പോളിമറൈസ് വന്ന് ഇവിടേക്ക് ചെറിയൊരു RNA സിന്തസൈസ് ചെയ്യും അല്ലേ, ചെറിയൊരു RNA സിന്തസൈസ് ചെയ്യും. ഓക്കെ, RNA സിന്തസൈസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്തായി, അവിടെ ഓക്കെ ആയി അല്ലേ. സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ന്യൂക്ലിയോടൈഡ് ഉണ്ട്. ഇനി ആര് വരും, ഇനി DNA പോളിമറൈസ് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ഫോം ചെയ്യും, DNA ഫോം ചെയ്യും. ഇങ്ങനെ DNA ഫോം ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് സ്റ്റാൻഡിലും രണ്ട് രീതിയിലാണ് എന്ത് ഫോം ചെയ്തിരിക്കുക, DNA ഫോം ചെയ്തിരിക്കുക അല്ലേ. ഒരു സ്റ്റാൻഡിൽ എങ്ങനെ പോയിരിക്കുന്നു, ഒരു സ്റ്റാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് DNA വന്നിരിക്കുകയാണ്, മറ്റൊരു സ്റ്റാൻഡിലോ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ സ്റ്റാൻഡിൻ്റെ നോക്കിക്കേ, ഈ സ്റ്റാൻഡ് നിങ്ങൾ നോക്കുമ്പോൾ ഒരു സ്റ്റാൻഡ് കണ്ടിന്യൂസ് ആയിട്ട് മറ്റൊരു സ്റ്റാൻഡ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സ്റ്റാൻഡ് ഏതാ, നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്റ്റാൻഡ് നിങ്ങൾ നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്റ്റാൻഡ്, ആ സ്റ്റാൻഡ് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, നമ്മൾ പേരന്റ് സ്റ്റാൻഡ് 3' to 5' അല്ലേ. പുതിയ സ്റ്റാൻഡ് ഉണ്ടായത് 5' to 3', അത് കണ്ടിന്യൂസ് ആയിട്ട് വരും. തുടക്കത്തിൽ ഒരു പ്രൈമർ വന്നതേ ഉള്ളൂ അല്ലേ. RNA ഉണ്ടാക്കുന്ന ചെറിയ ന്യൂക്ലിയോടൈഡ് നമ്മൾ RNA പ്രൈമർ എന്ന് വിളിക്കുക. അത് ഈ റെഡ് കളർ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് RNA പ്രൈമർ അല്ലേ. ഇതും RNA പ്രൈമർ, RNA പ്രൈമർ അല്ലേ. ഇവിടെ ഇതാണ്, ദിസ് ഈസ് RNA പ്രൈമർ അല്ലേ. നോക്കിക്കേ മക്കളെ, അപ്പം ആദ്യത്തെ സ്റ്റാൻഡിൽ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റാൻഡ്, ദിസ് ഈസ് സെക്കൻഡ് സ്റ്റാൻഡ്. ആദ്യത്തെ സ്റ്റാൻഡിൽ ഒരൊറ്റ പ്രൈമർ മതി, അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് പോകും, DNA പോകും. കാരണം എന്താണെന്നറിയാവോ, കാരണം നിങ്ങളൊന്ന് നോക്കിക്കേ, അവിടുത്തെ പേരന്റ് സ്റ്റാൻഡ് ഡയറക്ഷൻ ഞാൻ പറയാം, ഇങ്ങനെയാണ് 3' to 5'. ഓക്കെ, 3' to 5' ആണ്. അപ്പോൾ DNA ഉണ്ടാവേണ്ട ഡയറക്ഷൻ ഏതാണ്, DNA ഉണ്ടാവേണ്ട ഡയറക്ഷൻ നിങ്ങളൊന്ന് പറഞ്ഞേ. DNA ഉണ്ടാവേണ്ട ഡയറക്ഷൻ എന്ന് പറയുന്നത് 5' to 3' ആണ് അല്ലേ. DNA പോളിമറസിന് ചെയ്യാൻ പറ്റുന്ന ഡയറക്ഷൻ ഇത് തന്നെയാണ്, 5' to 3' ആണല്ലോ. അപ്പോൾ നമുക്ക് DNA ഉണ്ടാവേണ്ട ഡയറക്ഷനും
DNA പോളിമറേസിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഡയറക്ഷനും ഒന്നാണ്. അപ്പോൾ അതെന്ത് പോവും? അത് കണ്ടിന്യൂസ് ആയിട്ട് പോകും അല്ലേ. അടുത്ത സ്റ്റാൻഡ് നോക്കിക്കേ, ഓപ്പോസിറ്റ് സ്റ്റാൻഡ് നോക്കുക. ഓപ്പോസിറ്റ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പേരന്റ് സ്റ്റാൻഡ്, ഇങ്ങനെ ഞാൻ ഈ വരച്ചേക്കുന്നത് ഇതിനാണ് നമ്മൾ പേരന്റ് സ്റ്റാൻഡ് എടുക്കുക. ഓക്കെ, ഇതാണ് പേരന്റ് സ്റ്റാൻഡ്, ഇതും പേരന്റ് സ്റ്റാൻഡാണ് അല്ലേ. അവിടെ നമ്മൾ എടുക്കുന്ന DNA സ്റ്റാൻഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് 5' to 3' അല്ലേ. ഇവിടെ നിന്നും ഇങ്ങോട്ട് അല്ലേ. ഇതെങ്ങനെ നമ്മൾ എടുത്തേ? ഇവിടെ നിന്നും ഇങ്ങോട്ട് അല്ലേ, ആണല്ലോ. ഇനിയും അതിനകത്ത് പുതുതായിട്ട് ഉണ്ടാകുന്ന DNA ഡയറക്ഷൻ എന്തായിരിക്കും? DNA ഇപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടായി തുടങ്ങണം അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടായി തുടങ്ങാന്ന് പറഞ്ഞാൽ ഇത് 3' ആയിരിക്കും അല്ലേ. ഇതെന്തിൻ്റെ ആയിരിക്കും? 5' ആയിരിക്കും അല്ലേ. 3' to 5' ഇങ്ങനെ പോകാൻ DNA പോളിമറേസിന് പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് ഉണ്ടാവേണ്ടത് ഇങ്ങനെയാണ് അല്ലേ. പക്ഷേ DNA പോളിമറേസിന് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? നേരെ തിരിച്ചാണ്, 5' to 3'. മനസ്സിലാവുണ്ടോ? അപ്പം നമുക്ക് ഉണ്ടാവേണ്ടത് ഇവിടെ നോക്കിയത്, ഇവിടെ നോക്കിയത് 3' to 5' ഇങ്ങനെയാണ് നമ്മുടെ DNA ഉണ്ടായി വന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, 3' to 5' അല്ലേ. പക്ഷേ DNA പോളിമറേസിന് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ? 5' to 3' ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അതായത് നമുക്കുണ്ടാവേണ്ട DNA ഉണ്ടാവേണ്ട ഡയറക്ഷനും DNA പോളിമറേസ് ചെയ്യാൻ പറ്റുന്ന ഡയറക്ഷനും രണ്ടും രണ്ടാണെങ്കിൽ എന്ത് സംഭവിക്കും? ദ സ്റ്റാൻഡ് വിൽ ബിക്കം ഡിസ്കണ്ടിന്യൂസ്. ക്ലിയർ ആയോ? ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് മാറും. ഇനി അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഫസ്റ്റ് സ്റ്റാൻഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് സ്റ്റാൻഡ് എന്ന് വിളിക്കും, കണ്ടിന്യൂസ്. ഓക്കെ, ഓപ്പോസിറ്റ് സ്റ്റാൻഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡ് എന്ന് വിളിക്കും, ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ അല്ലേ. ഇനി കണ്ടിന്യൂസ് സ്റ്റാൻഡിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരും കൂടി ഉണ്ട്, ലീഡിംഗ് സ്റ്റാൻഡ് എന്ന് വിളിക്കും, ലീഡിംഗ് സ്റ്റാൻഡ്. എന്താണ് നമുക്ക് ലീഡിംഗ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാരണം ലീഡിംഗ് സ്റ്റാൻഡ്, ഈ രണ്ട് സ്റ്റാൻഡുകൾ നിങ്ങൾ നോക്കി, ഇതിൽ ആരിലായിരിക്കും ആദ്യം DNA പോളിമറേസ് തീരുന്നത്? അല്ല, DNA പോളിമറേസ് കംപ്ലീറ്റ് DNA ഉണ്ടാക്കി തീരുന്ന ഏത് സ്റ്റാൻഡിലായിരിക്കും? ആ ഫസ്റ്റ് DNAയിലായിരിക്കും. കാരണം എന്താ? അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങ് പോരുകയാണ്, എവിടെയും സ്റ്റോപ്പില്ല അല്ലേ. പക്ഷേ സെക്കൻഡ് സ്റ്റാൻഡ് നിങ്ങൾ നോക്കിക്കേ, അവിടെ ഇടയ്ക്കിടയ്ക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? പ്രൈമറിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ ഈ വരച്ച ചെറിയ DNAയിൽ തന്നെ 2 പ്രൈമറിൻ്റെ ആവശ്യം വന്നു അല്ലേ. വലിയ DNA ആണെങ്കിൽ നോക്കി ഇടയ്ക്കിടയ്ക്ക് എന്ത് വേണ്ടി വരും? പ്രൈമർ വേണ്ടി വരും അല്ലേ. അപ്പോൾ ഈ പ്രൈമറിനെ കാത്തു നിൽക്കണം അല്ലേ, പ്രൈമർ ഉണ്ടാവണം, പതുക്കെ RNA പോളിമറേസ് വരണം, ചെറിയ പ്രൈമർ ഉണ്ടാക്കണം, അപ്പോൾ സംഭവം എന്ത് വരും? ഡിലേ വരും അല്ലേ. അതുകൊണ്ട് ഒരു ലാഗ് വരാം. അതുകൊണ്ട് ഈ ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാഗിങ് സ്റ്റാൻഡ് എന്ന് വിളിക്കും. ഏത് സ്റ്റാൻഡാണ്? ലാഗിങ് സ്റ്റാൻഡ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് 5' to 3' സ്റ്റാൻഡിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ലാഗിങ് സ്റ്റാൻഡ് എന്ന് വിളിക്കുക. 5' to 3' പേരന്റ് സ്റ്റാൻഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാഗിങ് സ്റ്റാൻഡ്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? 5' to 3' ആണ് സ്റ്റാൻഡെങ്കിൽ അതിൽ ഓപ്പോസിറ്റ് സ്റ്റാൻഡ് ഉണ്ടാവേണ്ട ഡയറക്ഷൻ എങ്ങനെയാണ്? 3' to 5'. 3' to 5' DNA പോളിമറേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. DNA പോളിമറേസ് തിരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് വെക്കേണ്ടി വരും? പ്രൈമർ വെക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാഗിങ് സ്റ്റാൻഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ആദ്യത്തെ സ്റ്റാൻഡിൽ നമ്പർ 1 സ്റ്റാൻഡ് ലെഫ്റ്റ് സൈഡിലെ സ്റ്റാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് സ്റ്റാൻഡ് പോവുക അല്ലേ. ഇടയ്ക്കിടയ്ക്ക് പ്രൈമർ ഒന്നുമില്ല. പക്ഷേ സ്റ്റാൻഡ് 2 നോക്കിക്കേ, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എന്തിനെ കാണാം? നമുക്ക് പ്രൈമറുകളെ കാണാം അല്ലേ. പ്രൈമറുകളെ കാണാമെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, DNA അവിടെ എന്തായിട്ടായിരിക്കുന്നത്? ഫ്രാഗ്മെന്റ് ആയിട്ടായിരിക്കും. ഇതൊരു DNA ചെറിയ കഷ്ണം, ഒരു വൈറ്റ് കളർ നമ്മൾ വരച്ചിരിക്കുന്നത് DNA ആണ് അല്ലേ. ആ DNAയുടെ ഇടയ്ക്ക് റെഡ് കളർ എന്തിനെ കാണാം? നമുക്ക് RNA പ്രൈമറിനെ കാണാം. പിന്നെ ഇതായിട്ട് വരും, പിന്നെ നമുക്ക് എന്തിനെ കാണാം? RNA പ്രൈമറിനെ കാണാം. അപ്പോൾ DNA അവിടെ എന്താണ്? DNA ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് ഇരിക്കുക. ഓക്കെ, ഇങ്ങനെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് കാണുന്ന ഇതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് വിളിക്കും. ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്. ഓക്കെ, ഫ്രാഗ്മെന്റ്സ്. ഓക്കെ, ഈ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരാണ്? ഒക്കാസാക്കിയാണ്. അതുകൊണ്ട് നമ്മൾ ആ ഫ്രാഗ്മെന്റിനെ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യത്തിലെ ചോദ്യം ഇതായിരുന്നു, വാട്ട് ഈസ് ദ റോൾ ഓഫ് DNA ലിഗേസ് അല്ലേ. എന്താണ് DNA ലിഗേസിന്റെ റോൾ എന്നാണ്. DNA ലിഗേസിന്റെ റോൾ എന്താ? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ DNA റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയെങ്കിലും ഇതിനകത്ത് ആരിപ്പുണ്ട്? RNA പോളിമറേസ് ഇരിപ്പുണ്ട്. RNA പോളിമറേസ് ഉണ്ടാക്കിയ പ്രൈമർ ഇരിപ്പുണ്ട്, RNA ഇരിപ്പുണ്ട് അല്ലേ, റെഡ് കളർ കാണാൻ. അതിനെ എടുത്ത് മാറ്റി അവിടെയുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? DNA ലിഗേസിന്റെ ഫംഗ്ഷൻ. ഓക്കെ, DNA ലിഗേസ് ഫിൽസ് ദ ഗ്യാപ്പ് വിച്ച് ഈസ് ക്രിയേറ്റഡ് ഡ്യൂ ടു ദ റിമൂവൽ ഓഫ് എന്താണ്? റിമൂവൽ ഓഫ് RNA പ്രൈമർ. ഓക്കെ, RNA പ്രൈമർ മാറ്റുന്നത് കാരണം ഉണ്ടാവുന്ന ഈ ഗ്യാപ്പ് ആര് ഫില്ല് ചെയ്യും? DNA ലിഗേസ് ഇങ്ങനെ ഫില്ല് ചെയ്യും. DNA ലിഗേസ് ഫില്ല് ചെയ്ത് RNA ഒന്നും ഇല്ലാത്ത പെർഫെക്റ്റ് DNA ആക്കി നമുക്ക് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ആരുടെ റോൾ എന്ന് പറയുന്നത്? DNA ലിഗേസിന്റെ റോൾ. ക്ലിയർ ആയ മക്കളെ? അപ്പോൾ നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് വരച്ച് എന്താണ് നമ്മുടെ DNA ലിഗേസിന്റെ റോൾ എന്ന് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ആ സ്റ്റാൻഡുകളുടെ ഡയറക്ഷനും പൊസിഷനും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതിൽ നിന്ന് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്, എക്സാമിന് ചോദിച്ചിരിക്കുന്നതാണ്. ഡ്യൂറിങ് റെപ്ലിക്കേഷൻ ഓഫ് DNA, ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് ആർ ഫോംഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ്. ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് ഉണ്ടാകുന്ന ഡയറക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു എന്താണ്? പേരന്റ് സ്റ്റാൻഡ് 5' to 3' ആണെന്ന് വിചാരിക്കാം. പേരന്റ് സ്റ്റാൻഡ് 5' to 3'. ഓക്കെ, 5' to 3'. അങ്ങനെയാണെങ്കിൽ
DNA ഉണ്ടാകുന്ന എവിടെ ആയിരിക്കും? DNA ഉണ്ടാവേണ്ടത് നമുക്ക് ഇവിടെ തുടക്കം, ഇത് സ്റ്റാർട്ടിംഗ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ DNA ഉണ്ടാവുന്നത് 3' to 5' അല്ലേ? 3' to 5' അല്ലേ? പക്ഷേ ഈ 3' to 5' ഉണ്ടാക്കാൻ പറ്റുമോ DNA പോളിമറേസിന്? ഇല്ല. അപ്പോൾ DNA പോളിമറേസ് ഇങ്ങോട്ട് സിന്തസൈസ് ചെയ്യും അല്ലേ? ഇങ്ങോട്ട്, അതായത് ഡയറക്ഷനാണ് 5' to 3' ഡയറക്ഷൻ അല്ലേ? ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് ഉണ്ടാകുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷൻ ആയിരിക്കും? 5' to 3' ഡയറക്ഷൻ. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇതാണ് ഈ ചെറിയ ഫ്രാഗ്മെന്റ്സിനെയാണ് നമ്മൾ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് വിളിക്കുക അല്ലേ? ഇതുണ്ടായ ഡയറക്ഷൻ ഏതാണ്? ദിസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് 5' to 3' ഡയറക്ഷൻ. കാരണം DNA പോളിമറേസിന് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഡയറക്ഷൻ ഇത് തന്നെയാണ്, 5' to 3' ഡയറക്ഷനാണ്. ഓക്കെ, ആ ചോദ്യത്തിന്റെ ഒരു ബാക്കിയായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ എ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആൻഡ് ഷോ ദ ഫോളോയിങ് ഇൻ ഇറ്റ്. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് വരയ്ക്കുക, എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്താണ് മക്കളെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം നമ്മുടെ ജീൻ അല്ലേ? ജീൻ എന്ന് പറഞ്ഞാൽ എന്താ? ജീൻ ഈസ് എ സെഗ്മെന്റ് ഓഫ് DNA വിത്ത് കോഡ്സ് ഫോർ പ്രോട്ടീൻ അല്ലെ? പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷണൽ യൂണിറ്റ് ആണ് ആരെന്ന് പറയുന്നത്? ജീൻ എന്ന് പറയും അല്ലേ? ആ ജീന് നമുക്ക് പ്രധാനമായിട്ടും ജീൻ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിന് 3 പാർട്ട് ഉണ്ടാവും. ഒന്ന് നമ്മുടെ സ്ട്രക്ചറൽ ജീൻ. ഓക്കെ, ഇതിപ്പോൾ ഒരു DNA ആണ്, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA എടുക്കുകയാണ്. ഡബിൾ സ്റ്റാൻഡേർഡ് DNAയുടെ ഇടയ്ക്കൊരു പോർഷൻ ആണെന്ന് പറയുന്നത് സ്ട്രക്ചറൽ ജീൻ. സ്ട്രക്ചറൽ ജീൻ. ഓക്കെ, ഈ സ്ട്രക്ചറൽ ജീനിൽ നിന്നാണ് നമുക്ക് വേണ്ടുന്ന എന്തുണ്ടാകുന്നത്? mRNAയും tRNAയും rRNAയും പോലെയുള്ള എല്ലാ RNAസും ഉണ്ടാകുക. ഓക്കെ, അതിന് തുടക്കത്തിൽ ഓക്കെ ഇതിനകത്തേക്ക് DNA RNA പോളിമറേസ് ഒക്കെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന റീജിയൻ ഉണ്ട്. അതിൻ്റെ പേരാണ് പ്രൊമോട്ടർ. ഓക്കെ, ഇനി അവസാനം ഈ പ്രോസസ് ഒക്കെ നിർത്താൻ നമ്മളെ സഹായിക്കുന്ന റീജിയൻ എന്ന് പറയുന്നത് ടെർമിനേറ്റർ. ഓക്കെ, ഇങ്ങനെ 3 റീജിയൻസ് ആണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിനുള്ളത്. ഒരു പ്രൊമോട്ടർ ഉണ്ട്, സ്ട്രക്ചർ ജീൻ ഉണ്ട്, ടെർമിനേറ്റർ ഉണ്ട്. ഓക്കെ, ഇനി നോക്കാം. ഇനിയും ഇതിനകത്ത് ഈ 2 സ്റ്റാൻഡുകളിൽ ഏതോ ഒരു സ്റ്റാൻഡിലാണ് നമ്മുടെ ഇൻഫർമേഷൻ ഇരിക്കുന്നത് അല്ലേ? ആണല്ലോ. ഇൻഫർമേഷൻ ഇരിക്കുന്ന സ്റ്റാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡിംഗ് സ്റ്റാൻഡ്. ഏതാണ്? കോഡിംഗ് സ്റ്റാൻഡ്. ഓക്കെ, ഇനിയും കോഡിംഗ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് സ്റ്റാൻഡിനായിരിക്കും എന്തുണ്ടാവുക? mRNA ഉണ്ടാവുക. ആ സ്റ്റാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. എന്താണ്? ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. അപ്പോൾ കോഡിംഗ് സ്റ്റാൻഡും ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. ഇനി ഏതാണ് കോഡിംഗ് സ്റ്റാൻഡ്, ഏതാണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ്? അതാണ് ചോദ്യം. ഓക്കെ, അതെങ്ങനെ നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. 3' എൻഡിൽ പ്രൊമോട്ടർ എവിടെ ഇരിക്കുന്നു? 3' എൻഡ്. ഓക്കെ, അതായത് നമ്മൾ ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഞാനിപ്പോൾ ഇത് വരയ്ക്കുകയാണ്. ഇത് 3' എൻഡ്, ഇത് 5' എൻഡ്. ഓക്കെ, ഇത് 5' എൻഡ്, ഇത് 3' എൻഡ്. ഓക്കെ, ഇനി നമ്മൾ ഇതിക്ക് കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. 3' എൻഡിൽ പ്രൊമോട്ടർ എവിടെ ഇരിക്കുന്നു? ദാറ്റ് വിൽ ബി ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. 3PT എന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, 3' എൻഡിൽ പ്രൊമോട്ടർ എവിടെ ഇരിക്കുന്നു? ദാറ്റ് വിൽ ബി ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. നോക്കിക്കേ, 3' എൻഡിൽ പ്രൊമോട്ടർ ഇരിക്കുന്നത് ഇതാണ് പ്രൊമോട്ടർ അല്ലേ? ഈ പ്രൊമോട്ടർ 3' എൻഡ് വരുന്ന എവിടെയാണ്? മുകളിലത്തെ സ്റ്റാൻഡ് അല്ലേ? ദാറ്റ് സ്റ്റാൻഡ് ഈസ് നോൺ ആസ് എന്താണ്? ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ താഴത്തെ സ്റ്റാൻഡ് നമുക്ക് എന്ത് വിളിക്കാം? കോഡിംഗ് സ്റ്റാൻഡ് എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കുക. ഇത് നേരെ തിരിയുകയാണെങ്കിൽ, അതായത് ഞാൻ ഈ 3'നെയും 5'നെയും മാറ്റുകയെന്ന് വിചാരിക്കാം. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. ഓക്കെ, ഈ 3' എൻഡിന് പകരം ഇവിടെ 5' എൻഡ്, ഇവിടെ 3' എൻഡ്. ഓക്കെ, ഇവിടെ 3' എൻഡ്, ഇവിടെ 5' എൻഡ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, 3' എൻഡിൽ പ്രൊമോട്ടർ എവിടെ ഇരിക്കുന്നു? 3' എൻഡ് ഏതാ? ഇതല്ലേ 3' എൻഡ്, ഇവിടെ അല്ലേ പ്രൊമോട്ടർ. അപ്പം നമ്മുടെ പുതിയ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഏതായിട്ട് മാറും? ഇതായിട്ട് മാറും, ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ നേരെ ഓപ്പോസിറ്റ് വരുന്ന എന്തായിട്ട് മാറുന്നു? കോഡിംഗ് സ്റ്റാൻഡ് ആയിട്ട് മാറും. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പം നോക്കിക്കേ, അപ്പോൾ കോഡിംഗ് സ്റ്റാൻഡിന്റെയും ടെംപ്ലേറ്റ് സ്റ്റാൻഡിന്റെയും പൊസിഷൻ തീരുമാനിക്കുന്ന ആരാണ്? പ്രൊമോട്ടർ 3' എൻഡിൽ എവിടെ ഇരിക്കുന്നു? ദാറ്റ് വിൽ ബി ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. ക്ലിയർ ആകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഇനി പ്രൊമോട്ടറും ടെർമിനേറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്ന് വിചാരിക്കാം. ഫസ്റ്റ് മാറി നമ്മൾ പറയുകയാണെങ്കിൽ അപ്പോഴും എന്ത് മാറും? കോഡിംഗ് സ്റ്റാൻഡും ടെംപ്ലേറ്റ് സ്റ്റാൻഡും മാറും. അപ്പം നോക്കാം, ഇപ്പം ഞാനിവിടെ പ്രൊമോട്ടർ മാറ്റുകയാണ്. ഇനി അടുത്തൊരു കോൺസെപ്റ്റാണ്, ശ്രദ്ധിക്കുക. നേരെ തിരിക്കുക എന്ന് വിചാരിക്കുക. അതായത് ഞാൻ ഈ പ്രൊമോട്ടറിൻ്റെയും ടെർമിനേറ്ററെയും മാറ്റാമെന്ന് വിചാരിക്കുക. പഴയ സൈഡുകൾ നമ്മൾ എടുക്കുക. 3' എൻഡ് 5' എൻഡും യെല്ലോ കളർ എഴുതിയത് മാറ്റി. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ പ്രൊമോട്ടറിൻ്റെയും അതുപോലെ തന്നെ ടെർമിനേറ്ററിൻ്റെ പൊസിഷൻ ഞാനങ്ങ് മാറ്റുകയെന്ന് വിചാരിക്കാം. നോക്കിക്കേ, അതായത് ഇവിടെ ഈ ടെർമിനേറ്റർ റീജിയനെ ഞാൻ എന്തായിട്ട് മാറ്റുന്നു? പ്രൊമോട്ടറായിട്ട് മാറ്റുന്നു. ഈ പ്രൊമോട്ടർ റീജിയനെ ഞാൻ എന്താക്കി മാറ്റുന്നു? ടെർമിനേറ്റർ ആക്കി മാറ്റുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ മാറിയപ്പോൾ നോക്കിക്കേ, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? 3' എൻഡിൽ പ്രൊമോട്ടർ എവിടെ ഇരിക്കുന്നു? ദാറ്റ് വിൽ ബി ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. 3' എൻഡിൽ പ്രൊമോട്ടർ നോക്കി, ഇതാണ് പ്രൊമോട്ടർ അല്ലേ? പ്രൊമോട്ടറിന്റെ 3' എൻഡ് ആണ് ഇതാണ് അല്ലേ? ഇത് വരുന്ന സ്റ്റാൻഡ് ഇത് എന്തായിട്ട് മാറി? ദിസ് സ്റ്റാൻഡ് വിൽ ബിക്കം ടെംപ്ലേറ്റ് സ്റ്റാൻഡ് അല്ലേ? അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ദിസ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് വിൽ ബിക്കം കോഡിംഗ് സ്റ്റാൻഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് പറയാം
ടെർമിനേറ്ററിന്റെയും പ്രൊമോട്ടറിന്റെയും എന്ത് മാറുന്നതിനനുസരിച്ച് പൊസിഷൻ മാറുന്നതിനനുസരിച്ച് എന്ത് മാറാം, കോഡിംഗ് സ്റ്റാൻഡും ടെംപ്ലേറ്റ് സ്റ്റാൻഡും മാറാം. മനസ്സിലായോ? അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ നിങ്ങളിത് വരയ്ക്കുമ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. വരയ്ക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, വളരെ സിമ്പിളാണ്. ശ്രദ്ധിക്കുക, വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം എക്സാമിന് വരികയാണെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ആദ്യം ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA അങ്ങ് വരയ്ക്കണം. അത് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, അറിയാം. അതിൻ്റെ സൈഡ് മാർക്ക് ചെയ്യണം. 3' ഉണ്ട്, 5' ഉണ്ട്, 5' ഉണ്ട്, 3' മാർക്ക് ചെയ്യാമല്ലോ. ഇനി ഇത് ഇവിടെ ഇങ്ങനെ ഒരു വര കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾക്ക് ഒരു പ്രൊമോട്ടർ എഴുതുക, ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾ ടെർമിനേറ്റർ കൊടുക്കാം. ഓക്കെ, ഒരു പ്രൊമോട്ടറും ടെർമിനേറ്ററും, ഇത്ര എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ ഇടയ്ക്കത്തെ റീജിയനാണ് നമ്മൾ സ്ട്രക്ചറൽ ജീൻ എന്ന് വിളിക്കുക. സ്ട്രക്ചറൽ ജീൻ അല്ലേ, പ്രൊമോട്ടർ, സ്ട്രക്ചർ ജീൻ, ടെർമിനേറ്റർ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓർക്കണം. എന്താണ്? 3' എൻഡിൽ പ്രൊമോട്ടർ എവിടെ ഇരിക്കുന്നു, 3PT, ദാറ്റ് വിൽ ബി ദ ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. ഓക്കെ, അപ്പം നോക്കിയാൽ മക്കളെ, അപ്പോൾ ഏതായിരിക്കും ടെംപ്ലേറ്റ് സ്റ്റാൻഡ്? 3' എൻഡിൽ പ്രൊമോട്ടർ ഇരിക്കുന്ന ദിസ് വിൽ ബി ദ ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. ക്ലിയർ ആണോ? ദിസ് വിൽ ബി ദ കോഡിംഗ് സ്റ്റാൻഡ്. ഓക്കെ, സംഗതി കഴിഞ്ഞു. ഓക്കെ, ഇനി നോക്കുക അടുത്ത ചോദ്യം. ഇതാണ്, ശ്രദ്ധിച്ചേ. അപ്പം നമ്മളൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് വരച്ചു. ദ ഡയറക്ഷൻ വിച്ച് ദ ട്രാൻസ്ക്രിപ്ഷൻ ഒക്കേഴ്സ്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സ്റ്റാൻഡ് ഏതാണ്? ഇതിനകത്തെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആണ് അല്ലേ. ടെംപ്ലേറ്റ് സ്റ്റാൻഡിൻ്റെ ഇതാണ് 3' എൻഡ്. 3' എൻഡിൽ നിന്നാണ് എപ്പോഴും ഒരു പ്രോസസ്സ് തുടങ്ങും അല്ലേ. 3' എൻഡിൽ നിന്ന് തുടങ്ങി എങ്ങോട്ട് പോകുന്നു, 5' എൻഡിലേക്ക് പോകും. ഓക്കെ, 3' എൻഡിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്നു. 3' എൻഡിൽ നിന്നും നമ്മൾ എങ്ങോട്ട് പോകുന്നു, 5' എൻഡിലേക്ക് ഫോർ ദ പേരന്റ് സ്റ്റാൻഡ്. ഓക്കെ, അതായത് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3' to 5' ഡയറക്ഷനാണ് നമ്മൾ മൂവ് ചെയ്യുക. അപ്പോൾ ഉണ്ടാവുന്ന mRNA നോക്കി മക്കളെ, ഇത് mRNA എന്ന് വിചാരിക്കുക. ആ mRNAയുടെ തുടക്കത്തിൽ ഇത് ഏതിൻ്റെ ആയിരിക്കും? ഇത് 5' എൻഡ്, ഇത് 3' എൻഡ്. ക്ലിയർ ആവുന്നുണ്ടോ? കാരണം ടെംപ്ലേറ്റ് സ്റ്റാൻഡ് 3' എൻഡ് ഇതായതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന mRNAയുടെ തുടക്കത്തിൽ ഏത് സൈഡായിരിക്കും വരിക? 5' എൻഡ് ആയിരിക്കും വരിക. കേട്ടോ? ഓക്കെ, അപ്പം നോക്കുക, ദ ഡയറക്ഷൻ വിച്ച് ട്രാൻസ്ക്രിപ്ഷൻ ഒക്കേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാം. പേരന്റ് സ്റ്റാൻഡിൻ്റെ ആണെങ്കിൽ, ടെംപ്ലേറ്റ് സ്റ്റാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 3' to 5' എൻഡ് അല്ലേ. അതല്ലാതെ നമ്മൾ mRNAയുടെ സ്റ്റാൻഡ് പറയുകയാണെങ്കിൽ ഫ്രം ദ 5' to 3' ഡയറക്ഷൻ. ഓക്കെ, അടുത്തത് ദ പൊളാരിറ്റി ഓഫ് 2 സ്റ്റാൻഡ്സ് ഇൻവോൾവ്. 2 സ്റ്റാൻഡ്സ് ഇൻവോൾവ് ആയിട്ടുള്ള 2 സ്റ്റാൻഡ്സിൻ്റെ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്? പേരന്റ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ, സോറി, നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ 3' to 5'. ഓക്കെ, കോഡിംഗ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ 5' to 3'. അടുത്തത് ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. ഏതാണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഇൻഫർമേഷൻ ഇരിക്കുന്ന ഈ സ്റ്റാൻഡിനെയാണ് നമ്മൾ കോഡിംഗ് സ്റ്റാൻഡ് എന്ന് വിളിക്കുക. അത് നേരെ ഓപ്പോസിറ്റ് ആണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. ഇതൊക്കെ ഇതിനകത്ത് മാർക്ക് ചെയ്യാനാണ് പറയുന്നത്. ടെംപ്ലേറ്റ് സ്റ്റാൻഡ് മാർക്ക് ചെയ്യണം, ടെർമിനേറ്റർ മാർക്ക് ചെയ്യണം, എന്താണ് എവിടെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് മാർക്ക് ചെയ്യണം. ഇത് ഇവിടെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. അടുത്ത ദിവസം നോക്കിയാൽ illustrates schematically the process of initiation, elongation and termination during the transcription of a gene bacteria. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA എടുക്കുകയാണെങ്കിൽ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഞാൻ എടുക്കുന്നു. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്, അതിനകത്ത് 3 സ്റ്റെപ്പുകളുണ്ട് ട്രാൻസ്ക്രിപ്ഷൻ. ഏതൊക്കെയാണ് മക്കളെ? ഇനിസിയേഷൻ അല്ലേ, ഇലോങ്ങേഷൻ ദെൻ ടെർമിനേഷൻ അല്ലേ. ഇത് 3 ചെയ്യുന്നത് എവിടുത്തെ കാര്യം ചോദിച്ചിരിക്കുന്നത്? ജീൻ ഇൻ ബാക്ടീരിയയിലെ ചോദിക്കുന്നത്. ബാക്ടീരിയക്കകത്ത് ഒറ്റ RNA പോളിമറൈസ് ഇൻവോൾവ് ഉള്ളൂ. അതേതാണ്? RNA പോളിമറൈസ്. ഒറ്റ സിംഗിൾ RNA പോളിമറൈസ് ഈസ് ഇൻവോൾവ് അല്ലേ. ഒരു RNA പോളിമറൈസ് മാത്രമേ ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളൂ. പക്ഷേ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി, തുടങ്ങാൻ വേണ്ടി നമുക്ക് ആരുടെ സഹായമുണ്ട്? ഇവിടുത്തെ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ മൊത്തം ചെയ്യുന്ന ആരാണ്? മൊത്തം ചെയ്യുന്നത് ആ സിംഗിൾ RNA പോളിമറൈസ് ആണ്. പക്ഷേ ആ സിംഗിൾ RNA പോളിമറൈസിൻ്റെ കൂട്ടത്തിൽ അത് ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആര് വേണം? നമുക്ക് സിഗ്മ ഫാക്ടർ വേണം. വി വിൽ റിക്വയർ സിഗ്മ ഫാക്ടർ. ഓക്കെ, അതേപോലെ തന്നെ അപ്പം താഴെ കാണിക്കുന്ന RNA പോളിമറൈസ് ആണ്. അപ്പം ഇനിസിയേഷന് വേണ്ടിയിട്ട് RNA പോളിമറൈസും ആരും കൂടെ വരുന്നു? സിഗ്മ ഫാക്ടറുടെ വരുന്നു. ഇലോങ്ങേഷൻ ആര് മാത്രം മതി? ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് mRNA ഉണ്ടാകുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യുന്ന സ്റ്റെപ്പാണ്. അതിന് ആര് മാത്രം മതി? അതിന് RNA പോളിമറൈസ് മാത്രം മതി. ഓക്കെ, only RNA polymerase is involved. ഇനി മൂന്നാമത്തെ പ്രോസസ്സാണ് ടെർമിനേഷൻ. ടെർമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് ആരുടെ സഹായം വേണ്ടി വരും? ടെർമിനേഷന് വേണ്ടിയിട്ട് ഈ RNA പോളിമറൈസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആരെ കൂടെ വേണം? റോ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടെർമിനേറ്റർ ഫാക്ടറും കൂടെ വേണം. ഓക്കെ, റോ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടെർമിനേറ്റർ ഫാക്ടറും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് നടക്കത്തുള്ളൂ? നമുക്ക് ഈ ടെർമിനേഷൻ നടക്കത്തുള്ളൂ. റോ ഫാക്ടർ. ഓക്കെ, റോ ഫാക്ടർ. അപ്പം നോക്കിയാൽ മക്കളെ, illustrates schematically the process of initiation, elongation, termination. ഇനിസിയേഷൻ പറഞ്ഞാൽ എന്താണ്? mRNA ഉണ്ടാകുന്ന പ്രോസസ്സാണ്. ഇവിടെ നിന്ന് mRNA ഫോം ചെയ്യുന്നു. ആ mRNA ഫോം ചെയ്യുന്ന പ്രോസസ്സിൽ നമ്മളെ സഹായിക്കുന്ന 2 പേരാണ് RNA പോളിമറൈസും അതുപോലെ തന്നെ സിഗ്മ ഫാക്ടർ. ഓക്കെ, RNA പോളിമറൈസും സിഗ്മ ഫാക്ടറോട് ചേർന്ന് അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഇനിഷ്യേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇനിഷ്യേറ്റർ. ഓക്കെ, അതിനുശേഷം RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ഒറ്റയ്ക്കാണ് എന്ത് ചെയ്യുക? ഇലോങ്ങേഷൻ ചെയ്യുക. ഓക്കെ, അതിനുശേഷം
RNA polymerase കൂടെ ആര് ചേരുന്നു? റോ ഫാക്ടർ എന്ന് പറയുന്ന ടെർമിനേറ്റർ ഫാക്ടർ ചേരുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുന്നു, mRNA അവിടുന്ന് ഫ്രീ ആകും. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സാണ്. ഈ 3 സ്റ്റെപ്പുകൾ ഇനിസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ ഇത് കാണിച്ച് ഈ ഡയഗ്രത്തിൽ RNA പോളിമറേസിൻ്റെയും സിഗ്മ ഫാക്ടറിൻ്റെയും റോ ഫാക്ടറിൻ്റെയും ഒക്കെ കൃത്യമായിട്ട് അത് ലേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിയും. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പോൾ നോക്കിയ മക്കളെ, അപ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ഇനിയും നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്ത സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക. All the very best. God bless you all. Thank you.